പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് അനുവദിച്ച നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലെടുത്തു വരുവാനും ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ ടോണിയുടെയും ലവ്ലിമോളുടെയും വിവാഹത്തോടുള്ള ബന്ധത്തിൽ തിരുസാന്നിധ്യത്തിൻ്റെ മറവ് ഞങ്ങളായിരിക്കാൻ കൃപ എന്നതിനായി സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങളുടെ ബാല്യകാലം മുതൽ ഇതുവരെയും കർത്താവിൻ്റെ കരുതലിലും സംരക്ഷണത്തിലും അങ്ങയുടെ കൃപയുടെ ബഹുത്വപ്രകാരം അങ്ങയുടെ കരുണയുടെ ഭുജങ്ങളിൽ അവരെ പരിപാലിച്ച് സൂക്ഷിച്ച് ഇങ്ങനെയൊരു മഹത്തരമായ വേദിയിലേക്ക് സ്വർഗം അവരെ കൂട്ടിവരുത്തിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, അങ്ങയുടെ ഭൃത്യന്മാരിലൂടെ കേൾപ്പിച്ച ദൈവവചനത്തിൻ്റെ പൂർണ്ണത ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിൻ്റെ നാളോളം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ച് വിശ്വസ്തയോടെ അവരെ ദൈവമാക്കുന്ന ഇടങ്ങളിൽ ഫലവത്തായ ഒരു കുടുംബജീവൻ നയിപ്പാൻ സ്വർഗം അവരെ ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഭൃത്യൻ വിവാഹം ആശീർവദിക്കുവാൻ തുടങ്ങുമ്പോൾ അദൃശ്യനായ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ അങ്ങയുടെ കരത്താൽ പ്രിയ കുഞ്ഞുങ്ങളെ യോജിപ്പിച്ച് അവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ദൈവത്തിൻ്റെ സാന്നിധ്യം തുടർന്ന് രുചിച്ചറിയുവാൻ കർത്താവ് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളൊന്ന് ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഓഡിറ്റോറിയത്തിൽ നാം ഒന്നിച്ച് സമ്മേളിച്ചിരിക്കുന്നു. മഹാദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇവിടെയുണ്ട്. പിതാവായ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതും കർത്താവായ യേശുക്രിസ്തു തൻ്റെ ദിവ്യ സാന്നിധ്യത്താൽ അലങ്കരിച്ച് അനുഗ്രഹിച്ചതും പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൻ്റെ പേജുകളിൽ വ്യക്തമാക്കിയിട്ടുള്ളതുമായ വിലപ്പെട്ട സ്ഥാപനമാണ് വിവാഹത്താൽ ആരംഭിക്കുന്ന കുടുംബം എന്ന സ്ഥാപനം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഞാനിവിടെ കൂടി വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സദസ്സിനോട് ആദരപൂർവ്വം ചോദിക്കട്ടെ. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ കറ്റാനം വില്ലേജിൽ കാട്ടൂർ കിളിയിക്കൽ വീട്ടിൽ മിസ്റ്റർ ജോർജ് വർഗീസിൻ്റെയും മിസസ് ഷീജ വർഗീസിൻ്റെയും മകൻ ടോണി ജോർജ് വർഗീസ് എന്ന ഈ ബഹുമാന്യ യുവാവും പ്ലീസ് സ്റ്റാൻഡ്. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ ഏഴുകോൺ വില്ലേജിൽ ലൗഡേയിൽ വീട്ടിൽ മിസ്റ്റർ അലക്സ് വർഗീസിൻ്റെയും മിസസ് സൂസൻ അലക്സിൻ്റെയും മകൾ ലൗലി വർഗീസ് എന്ന ഈ ബഹുമാന്യ യുവതിയും തമ്മിൽ ഉഭയസമ്മതം ചെയ്ത് ഉടമ്പടിയിലൂടെ ധന്യമായ കുടുംബജീവിതത്തിൻ്റെ വിവാഹ വിശുദ്ധാവസ്ഥയിൽ ഒന്നായിത്തീരുന്നതിന് തടസ്സമായി എന്തെങ്കിലും വിഷയങ്ങൾ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലോ ഭാരത ഭരണഘടനയുടെ വെളിച്ചത്തിലോ വ്യക്തമായ തെളിവുകളോടുകൂടെ ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഇത്തരുണത്തിൽ ഓർപ്പിക്കുവാനായിട്ടുണ്ടെങ്കിൽ ഇത്തരുണത്തിൽ അത് നിർവഹിക്കാവുന്നതും, അല്ലാത്ത പക്ഷം ഈ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഇന്നെന്നതുപോലെ എന്നും മൗനമായിരിക്കുകയും ഈ വിശുദ്ധ ബന്ധത്തിന് നിങ്ങൾ സാക്ഷികളായിരിക്കുകയും ഇവരുടെ ധന്യമായ ഭാവിക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് ഞാൻ പൊതുസഭയോട് താല്പര്യപൂർവ്വം പ്രബോധിപ്പിക്കുന്നു. നിങ്ങളുടെ മൗനം ശുശ്രൂഷയ്ക്കുള്ള അനുവാദമായി പരിഗണിച്ചുകൊണ്ട് ഞാൻ പ്രിയ ടോണിയോടും ലൗലിയോടും പറയട്ടെ, മക്കളിഞ്ഞോട്ട് ഇറങ്ങി. മനുഷ്യനല്ല, ദൈവമാണ് ഈ അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത്. മനുഷ്യൻ്റെ ജഡത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന വികാര വിചാരങ്ങൾ വിശുദ്ധിയുടെ നേരായ പാതയിൽ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതിന് കർത്താവിൻ്റെ പുനരാഗമനം താമസിച്ചാൽ തലമുറകളോടുകൂടി ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയുടെ സൗരഭ്യം സ്വർഗസ്ഥലങ്ങളിലേക്ക് ഉയരേണ്ടതിന് സ്വർഗത്തിൻ്റെ ഒരു കൊച്ചു യൂണിറ്റായി, സ്വർഗത്തിൻ്റെ പ്രതിച്ഛായ പുലർത്തുന്ന ഒരു ചെറിയ സംവിധാനമായി ഈ ഭൂമിയിൽ നിലകൊള്ളേണ്ടതിനാണ് സർവശക്തനായ ദൈവം കുടുംബജീവിതത്തിന് തറക്കല്ലിട്ട് തുടക്കം കുറിച്ചത്. ആ ഉദ്ദേശം നിങ്ങളുടെ കുടുംബജീവിതത്തിലൂടെ പ്രായോഗികമായി തീരേണ്ടതിന് ഏറിയ പ്രാർത്ഥനയോടും വളരെ സമർപ്പണത്തോടും കൂടെ നിങ്ങൾ രണ്ടുപേരും ഈ ശുശ്രൂഷയ്ക്ക് മുൻപിലായിരിക്കണം എന്ന് ഞാൻ പ്രിയപ്പെട്ടവരെ പ്രബോധിപ്പിക്കുന്നു. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനായിരിക്കെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത സകല കോടതികൾക്കും മീതെ അത്യുന്നത കോടതിയിൽ സർവാധികാരിയായി വിരാജിച്ചരുളുന്ന പിതാവായ ദൈവത്തിൻ്റെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്താൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടിട്ടുള്ള ദൈവ കോടതിയുടെ സുപ്രീം ജഡ്ജിയായി വെളിപ്പെടുവാൻ തുടങ്ങുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും മനുഷ്യഹൃദയത്തിൻ്റെ അന്തർഗതങ്ങളിൽ അടിഞ്ഞുകിടക്കുന്ന ഏത് പരമരഹസ്യങ്ങളും ജ്വലിക്കുന്ന ആത്മദൃഷ്ടികൾ കൊണ്ട് വായിച്ചറിയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും പരിപാവനമായ നാമത്തിൽ
ഞാൻ പ്രിയ ടോണിയോടും അതേ പ്രിയ ലൗലിയോടും പറയട്ടെ, കഴിഞ്ഞ നാളുകളിലെ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ ഒരു പവിത്രമായ കുടുംബജീവിതത്തിൻ്റെ വിവാഹ വിശുദ്ധാവസ്ഥയിൽ ഒന്നായിത്തീരുന്നതിന് തടസ്സമായി എന്തെങ്കിലും വിഷയങ്ങൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിലുണ്ടോ ഉണ്ടെങ്കിൽ സകല ഹൃദയങ്ങളെയും ആരായുന്ന മഹാദൈവത്തിൻ്റെ ന്യായാസനത്തിനു മുൻപിൽ അത് മുഴുവൻ തിരശീല മാറ്റി പുറത്തു വരുന്ന ഒരു ന്യായവിധി ദിനമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ടതും, അല്ലാത്ത പക്ഷം ദൈവകൃപയിൽ ചാരിക്കൊണ്ട് കർത്തൃകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പവിത്രമായ വിവാഹബന്ധത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്കായി നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചൊരുക്കേണ്ടതുമാണ്. പവിത്രമായ വിവാഹത്തിൻ്റെ വിശുദ്ധാവസ്ഥയിൽ ഒന്നാകുന്നതിന് തടസ്സമായി എന്തെങ്കിലും വിഷയങ്ങൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ ഉണ്ടോ? പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ പ്രിയ ടോണിയോട് ചോദിക്കുന്നു, നിന്റെ സമീപം നിൽക്കുന്ന ലൗലി എന്ന ഈ ബഹുമാന്യ യുവതിയെ നിന്റെ ഭാര്യയായി സ്വീകരിപ്പാൻ നിനക്ക് മനസ്സാകുന്നുവോ? മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദൈവമായ കർത്താവ് ഈ ഭൂമിയിൽ അനുവദിക്കുന്ന ഏത് ജീവിത സാഹചര്യത്തിലും നീ അവളെ സ്നേഹിച്ചും ബഹുമാനിച്ചും പോറ്റിപ്പുലർത്തിയും ഒരു ഉത്തമ ഭർത്താവിൻ്റെ വചനാനുസൃത കടപ്പാടുകൾ സത്യസന്ധമായി അനുഷ്ഠിച്ചു കൊള്ളാമെന്ന് ഉയരത്തിൽ പിതാവായ ദൈവത്തിൻ്റെയും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും പരിപാവനമായ തൃത്വനാമത്തിൽ സ്വർഗീയ ദൂതസഞ്ചയങ്ങളെ സാക്ഷിയാക്കി ഈ സദസ്സിന് നടുവിൽ വെച്ച് അവളോട് ഉറപ്പായി ഉടമ്പടി ചെയ്ത് ജീവിതത്തെ കർത്തൃസന്നിധിയിൽ സമർപ്പിക്കുവാൻ തീരുമാനിച്ച് ഉറച്ചിരിക്കുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ പ്രിയ ലൗലിയോട് ചോദിക്കുന്നു, നിന്റെ സമീപം നിൽക്കുന്ന ടോണി എന്ന ഈ ബഹുമാന്യ യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിപ്പാൻ നിനക്ക് മനസ്സാകുന്നുവോ? മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ സുഖദുഃഖ സമ്മിശ്രമായ ഈ ഭൂമിയിലെ ഏത് ജീവിത സാഹചര്യത്തിലും നീ അവനെ സ്നേഹിച്ചും ബഹുമാനിച്ചും അനുസരിച്ചും കീഴ്പ്പെട്ടും ഒരു ഉത്തമ ഭാര്യയുടെ വചനപ്രകാരമുള്ള കടപ്പാടുകൾ സത്യസന്ധമായി അനുഷ്ഠിച്ചു കൊള്ളുവാൻ പരിശുദ്ധ തൃത്വനാമത്തിൽ സ്വർഗീയ ശ്രേഷ്ഠ ദൂതന്മാരെ സാക്ഷിയാക്കി ഈ സദസ്സിന് നടുവിൽ വെച്ച് അവനോട് ഉറപ്പായി ഉടമ്പടി ചെയ്ത് ജീവിതത്തെ കർത്തൃസന്നിധിയിൽ സമർപ്പിക്കുവാൻ തീരുമാനിച്ച് ഉറച്ചിരിക്കുന്നു. വേദിയിലേക്ക് ആഗതരായിരിക്കുന്ന നിയുക്ത വധൂവരന്മാരും ബഹുമാനപ്പെട്ട സദസ്സും ഈ ശുശ്രൂഷയ്ക്ക് അനുവാദം തന്നിരിക്കുമ്പോൾ ഈ ശുശ്രൂഷ എൻ്റെ ബലഹീനമായ കരങ്ങളാൽ നടത്താൻ തുടങ്ങുന്ന സമയം മഹാദൈവത്തിൻ്റെ തേജസ്സിൻ്റെ കരം ഇതിൻ്റെ പിൻപിൽ ഇറങ്ങി വന്ന് ഈ കുഞ്ഞുങ്ങളെ തമ്മിൽ ഒന്നാക്കാൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഞാനൊരു വസ്തുത പറയാം. ഒരു വൃക്ഷത്തിൽ നിന്ന് കൊമ്പുകൾ അറ്റുപോകാം, ഒരു ശരീരത്തിൽ നിന്നും അവയവങ്ങൾ ഓപ്പറേഷനാൽ മുറിച്ചു മാറ്റാം, മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉത്സവപ്പറമ്പിൽ കൈവിട്ടു പോകാം. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ കൈകൊടുത്ത് ഉടമ്പടി ചെയ്യുന്ന ഒരു കുടുംബത്തെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ജീവൻ പ്രാപിച്ച ദൈവമക്കളെങ്കിൽ നമ്മൾ ഒന്നിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എഴുന്നേറ്റ് നിൽക്കുവാൻ ആരോഗ്യമുള്ള പ്രിയപ്പെട്ടവരൊക്കെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന്, പ്രായവും ബലഹീനതയുമുള്ള മാതാപിതാക്കൾ അതാത് കസേരകൾ ഇരുന്നാൽ മതി. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ടവരൊക്കെ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി ചില മിനിറ്റുകൾ സ്തോത്രത്തിൽ ജാഗരിച്ച് ഇവരെ ദൈവകരങ്ങളിലേക്ക് കൈമാറിക്കൊണ്ട് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. യെസ്, എൻ്റെ പിൻപിൽ ദൈവദാസന്മാരുണ്ട്, എൻ്റെ മുൻപിൽ കർത്തൃദാസന്മാരുണ്ട്. പ്രിയപ്പെട്ട ടോണിയെ സംബന്ധിച്ചും ലൗലിയെ സംബന്ധിച്ചും നല്ല ഭക്തി നിർഭരമായ അനുഭവത്തിൻ്റെ സാക്ഷ്യമാണുള്ളത്. എന്നാൽ എൻ്റെ ദൈവം അനുവദിച്ചെങ്കിലേ ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹമാകൂ. എല്ലാ ദൈവമക്കളെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചേ. മക്കളെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. ഒന്ന് ചേർന്ന് പറയാമോ? യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. ഞാൻ ഭയത്തോടെ പറയട്ടെ, ഒരു ബയോപ്സി റിപ്പോർട്ട് മതി. വളയം പിടിക്കുമ്പോൾ കണ്ണൊന്നടഞ്ഞാൽ മതി. ബാത്റൂമിലൊന്ന് കാല് തെറ്റി വീഴുമ്പോൾ സ്പൈനൽ കോഡൊന്ന് ശരിക്കിടിച്ചാൽ മതി ജീവിതത്തിൻ്റെ അധ്യായം തീരാൻ. എല്ലാം ഉണ്ടെങ്കിലും
ദൈവം അനുവദിച്ചെങ്കിലേ അനുഭവിക്കൂ എന്ന് ബോധ്യമുണ്ടെങ്കിൽ മഹാദൈവത്തിൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി കൃപ തരണമേ എന്ന് എല്ലാ ദൈവമക്കളും ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയം, കർത്താവേ ഈ കുഞ്ഞുങ്ങളുടെ മേൽ കൃപ പകരണമേ. കരമൊന്നുയരുമോ? ഓഡിറ്റോറിയമാണ്, വിവാഹവേദിയാണ്, ഒന്നും നോക്കാതെ ദൈവ സാന്നിധ്യം തേജസ്സിൽ ഇറങ്ങി വരുന്ന ഒരാരാധന മഹാദൈവത്തിൻ്റെ മുൻപിൽ അർപ്പിക്കുവാൻ കൃപ വേണം അപ്പാ, കൃപ വേണം. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട്, നിശ്ചയമായി സൗരഭ്യം വീശുന്നുണ്ട്. ദൈവ കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനെ, കൃപ വേണം കർത്താവേ, കൃപ വേണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി, നാവുകൾ തുറന്ന് ശബ്ദം ഉയർത്തി ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഗായക സംഘത്തോടൊപ്പം ചേർന്ന് നമുക്കൊന്ന് പാടി കർത്താവിന് സ്തോത്രം ചെയ്യാം. കൃപയുടെ ഉടയവനെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഇതുവരെ പകരപ്പെടാത്ത കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ നിൻ മക്കൾക്ക്, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ നിൻ മക്കൾക്ക്. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ നിൻ മക്കൾക്ക്, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ നിൻ മക്കൾക്ക്. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും, തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ടെൻ കാതുകളിലായി. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും, കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ടെൻ കാതുകളിലായി. തൻ സൗരഭ്യം പരക്കുന്നുണ്ടി അന്തരീക്ഷത്തിൽ, തിരുസൗന്ദര്യം ഞാൻ ദർശിക്കുന്നെൻ കണ്ണുകളാലേ. തൻ സൗരഭ്യം പരക്കുന്നുണ്ടി അന്തരീക്ഷത്തിൽ, തിരുസൗന്ദര്യം ഞാൻ ദർശിക്കുന്നെൻ കണ്ണുകളാലേ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ നിൻ മക്കൾക്ക്, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ നിൻ മക്കൾക്ക്, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ നിൻ മക്കൾക്ക്, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ നിൻ മക്കൾക്ക്. ലവ്ലി, എൻ്റെ വാക്കുകളല്ല നിങ്ങളെ തമ്മിൽ ഒന്നാക്കുന്നത്, എൻ്റെ പദങ്ങളല്ല നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നത്. മനുഷ്യരാണ്, ബലഹീനരാണ്. പാറപ്പുറത്ത് വീണുടയുന്ന പളങ്കുപാത്രം പോലെ അനേക കുടുംബങ്ങൾ പൊട്ടിത്തകരുമ്പോൾ ഈ എടുക്കുന്ന ഉടമ്പടിയിൽ ഇന്ന് മുതൽ ശ്വാസമസ്തമിക്കുന്നത് വരെ, ഇടനെഞ്ചിൻ്റെ ചലനം തീരുന്നത് വരെ, കർത്താവിൻ്റെ മടങ്ങി വരവ് വരെ നിൽക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കണം. കൃപ തരണമേ കർത്താവേ, കൃപ തരണമേ. ജീവിതത്തിൽ കൈ കൊടുത്തൊന്നാകുന്നതിന് തൊട്ട് മുൻപ് ഒടുവിലായി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങൾക്ക് സമയം വേർതിരിക്കുകയാണ്.
ദൈവദാസന്മാർ തങ്ങളുടെ വിശുദ്ധ കരങ്ങൾ ഇവർക്ക് നേരെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദിവ്യാനുഗ്രഹങ്ങൾ, സ്വർഗത്തിൻ്റെ ദിവ്യ ഭണ്ഡാരം തുറന്ന് ഇവരുടെ മേൽ സ്വർഗം പകരേണ്ടതിന് എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് ശക്തമായി എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനുഷ്യനേകനായിരിക്കുന്ന അന്നല്ലെന്ന് കണ്ടുകൊണ്ട് അവിടുത്തെ തൃക്കരങ്ങളാൽ ആദമിനു വേണ്ടി ജീവിത പങ്കാളിയെ ഒരുക്കിയ നിന്റെ കരമാണല്ലോ ഞങ്ങളുടെ മകൻ ടോണിയെ ഈ വേദിയിലേക്ക് എത്തിച്ചത്. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെ തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവന്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ചവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ ഞങ്ങൾ പ്രിയ മകനെ അനുഗ്രഹിക്കുന്നു. ഉടമ്പടിക്കായി നീ അവനെ ബലപ്പെടുത്തണമേ. ഇതുവരെ പകരപ്പെടാത്ത ദൈവകൃപ ഈ ശിരസിന്മേൽ വ്യാപരിക്കട്ടെ. കർത്താവെ, സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവൾ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശി എന്ന് നിന്റെ വചനം പറയുന്നു. ഈ വേദിയിലേക്ക് അവളെ എത്തിച്ചത് പ്രിയ മകൾ ലൗലിയ ഇവിടെ കൊണ്ടുവന്നത് നിന്റെ കരുതലാണ്. ഉടമ്പടിക്കായി നീ അവളെ ബലപ്പെടുത്തണമേ. ഇതുവരെ പകരപ്പെടാത്ത ദൈവകൃപ അവളുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ. ഉത്തമ സ്ത്രീയായ ബാലയെ തീരഞ്ഞ ബ്രാഹ്മിൻ കൃത്യവരൻ ചെയ്ത വേലയെ തൂണ തുടർന്ന പോലെയേ നല്ല മണവാളൻ തനിക്കുള്ള മണവാട്ടിയുമായി, നല്ല മണവാളൻ തനിക്കുള്ള മണവാട്ടിയുമായി കല്യമോദം ചേർന്നു സുഖിച്ചലൽ വേടിടുവാനും, കല്യമോദം ചേർന്നു സുഖിച്ചലൽ വേടിടുവാനും ഇന്നി മംഗളം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. പ്രിയ ലൗലി, ശ്രദ്ധിക്കുക. ഞാൻ വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും പവിത്രമായ തൃത്വം ഉദ്ധരിക്കുമ്പോൾ ദൈവാത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ടവരായി, ദൈവസ്നേഹത്താൽ പ്രചോദിപ്പിക്കപ്പെട്ടവരായി നിങ്ങൾ പരസ്പരം വലതുകരങ്ങൾ കൊടുത്ത് ഉടമ്പടിക്കായി ഒരുങ്ങണം. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനായിരിക്കെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത ജാഞ്ചല്യമായ ദൈവ തേജസ്സിന്റെ പ്രഭാകാന്തിയിൽ അദൃശ്യദൂത സഞ്ചയങ്ങളോടുകൂടി ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ആദിമാതാപിതാക്കളെ തമ്മിൽ ഒന്നാക്കിക്കൊണ്ട് കുടുംബജീവിതത്തിന് തുടക്കം കുറിച്ച പിതാവായ ദൈവത്തിൻ്റെയും തൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ ദൈവസഭയെ വിലയ്ക്ക് വാങ്ങിയ ആത്മമണവാളനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും ജീവൻ നൽകുന്നവനും ജീവദാതാവുമായ പരിശുദ്ധാത്മാവിൻ്റെയും പരിപാവനമായ തൃത്വനാമത്തിൽ നിങ്ങൾ തമ്മിൽ യോജിപ്പിക്കപ്പെടുമാറാകട്ടെ. പരിശുദ്ധ തൃത്വത്താൽ നിങ്ങൾ സംയോജിപ്പിക്കപ്പെടുന്നു, പവിത്ര തൃത്വത്താൽ നിങ്ങൾ ഒന്നാക്കപ്പെടുന്നു. ഏദൻ പൂങ്കാവനത്തിൽ അദൃശ്യദൂത സഞ്ചയങ്ങളോടുകൂടി ഇറങ്ങി വന്ന് ആദിമാതാപിതാക്കളെ തമ്മിൽ ഒന്നാക്കിയ മഹാദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെയും നിങ്ങളുടെ വികാരങ്ങളെയും നിങ്ങളുടെ ചിന്താധാരകളെയും തമ്മിൽ ഒന്നാക്കട്ടെ. പരിശുദ്ധ തൃത്വത്താൽ നിങ്ങൾ സമ്പൂർണരാക്കപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഉടമ്പടി വാചകങ്ങൾ ആദ്യമായി പ്രിയപ്പെട്ട ടോണി പറയണം, അതിനുശേഷം ലൗലി പറയണം. ശ്രദ്ധിക്കുക, മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് പറയണം. ടോണി ആകുന്ന ഞാൻ, ലൗലി ആകുന്ന നിന്നെ ഇന്നു മുതൽ ഇനിമേലാൽ എൻ്റെ വിശ്വസ്ത ഭാര്യയായി ഉടമ്പടി ചെയ്ത് സ്വീകരിച്ചു കൊള്ളുന്നു. മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നതുവരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും
രോഗത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദൈവമായ കർത്താവ് നമുക്കനുവദിക്കുന്ന ഏത് ജീവിത സാഹചര്യത്തിലും ഞാൻ നിന്നെ സ്നേഹിച്ചും ബഹുമാനിച്ചും പോറ്റിപ്പുലർത്തിയും ഒരു ഉത്തമ ഭർത്താവിൻ്റെ വചനപ്രകാരമുള്ള കടപ്പാടുകൾ സത്യസന്ധമായി അനുഷ്ഠിച്ചു കൊള്ളാമെന്ന് പരിശുദ്ധ തൃത്വനാമത്തിൽ സ്വർഗീയ ദൂതന്മാരെ സാക്ഷിയാക്കി ഈ സദസ്സിന് നടുവിൽ വെച്ച് ഞാൻ നിന്നോട് ഉറപ്പായി ഉടമ്പടി ചെയ്ത് എന്നെ സമർപ്പിച്ചു കൊള്ളുന്നു. ഈ ഉടമ്പടിക്ക് ദൈവത്തിന് വിശുദ്ധ ദൂതന്മാരും സാക്ഷികൾ ഇതിൽ നിൽക്കുവാനുള്ള കൃപ ദൈവം നിന്റെ മേൽ പകരുമാറാകട്ടെ. ലൗലി ആകുന്ന ഞാൻ, ടോണി ആകുന്ന അങ്ങയെ ഇന്നു മുതൽ ഇനിമേലാൽ എൻ്റെ വിശ്വസ്ത ഭർത്താവായി ഉടമ്പടി ചെയ്ത് സ്വീകരിച്ചു കൊള്ളുന്നു. മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ ഈ ഭൂമിയിൽ സുഖദുഃഖ സമ്മിശ്രമായി ദൈവം നമുക്ക് അനുവദിക്കുന്ന ഏത് ജീവിത സാഹചര്യത്തിലും ഞാൻ അങ്ങയെ സ്നേഹിച്ചും ബഹുമാനിച്ചും അനുസരിച്ചും കീഴ്പ്പെട്ടും ഒരു ഉത്തമ ഭാര്യയുടെ വചനപ്രകാരമുള്ള കടപ്പാടുകൾ സത്യസന്ധമായി അനുഷ്ഠിച്ചു കൊള്ളാമെന്ന് പരിശുദ്ധ തൃത്വനാമത്തിൽ സ്വർഗീയ ദൂതന്മാരെ സാക്ഷിയാക്കി ഈ സദസ്സിന് നടുവിൽ വെച്ച് ഞാൻ അങ്ങയോട് ഉറപ്പായി ഉടമ്പടി ചെയ്ത് എന്നെ സമർപ്പിച്ചു കൊള്ളുന്നു. ഈ ഉടമ്പടിക്ക് ദൈവത്തിന്റെ ദൂതന്മാരും സാക്ഷികൾ ഇതിൽ നിൽക്കുവാനുള്ള കൃപ ദൈവം നിന്റെ മേൽ പകരുമാറാകട്ടെ. സ്വർപ്പുരം ഈ കരാറിന് ചിരാതിൽ ഘടകനാധികരയാകുന്നു. ഉടമ്പടിക്ക് സാക്ഷി നിൽക്കും മനമേ, സ്വർപ്പുരമേ ഉടമ്പടിക്ക് സാക്ഷി നിൽക്കും മനമേ, സ്വർഗസ്ഥരീ ദമ്പതികൾ ആശീർവാദം ഏകിടട്ടെ. സ്വർഗസ്ഥരീ ദമ്പതികൾ ആശീർവാദം ഏകിടട്ടെ. ഭാഗ്യനാൾ ഭാഗ്യനാൾ ദൈവം സംയോജിപ്പിച്ച നാൾ. ഭാഗ്യനാൾ ഭാഗ്യനാൾ ദൈവം സംയോജിപ്പിച്ച നാൾ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ദൈവദാസന്മാരും ദൈവജനം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണനായ പരിശുദ്ധനായ പ്രിയ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഉടമ്പടി ചെയ്തൊരു പുതിയ കുടുംബം കൂടെ ഉടലെടുക്കുവാൻ അവിടുന്ന് പകർന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഇവരുടെ ജീവിത പടകിൽ അമരക്കാരനായി, ഇവരുടെ ജീവിത വനാന്തരത്തിൽ വഴികാട്ടിയായി, ദുർഘടങ്ങളെ നിരപ്പാക്കി പ്രതിബന്ധങ്ങളുടെ താമ്ര കതകുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളഞ്ഞ് ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധികളും ഇവർക്കായി പകരേണ്ടതിന് നിന്റെ നാമം ചൊല്ലി ഉടമ്പടിയാൽ ഒന്നായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൈമാറുകയാണ്. അവർ ഇരു കുടുംബത്തിനും ഇരു ദേശത്തിനും സുവിശേഷത്തിന്റെ വ്യാപ്തിക്കും കാരണക്കാരാകട്ടെ. യഹോവാ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവാ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവാ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ എന്നിങ്ങനെ ഇസ്രായേൽ മക്കളെ എൻ്റെ നാമം വെച്ച് അനുഗ്രഹിക്കണമെന്ന വചനത്താൽ ഉടമ്പടിയാൽ ഒന്നായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പവിത്ര തൃത്വനാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവർ അനുഗ്രഹ വിഷയമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. സദസ്സിന് ഇരിക്കാം, നിങ്ങൾക്ക് കൈവിട്ട് നിൽക്കാം. കരങ്ങളൊന്ന് ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് ശബ്ദം ഉയർത്തി മഹത്വം അർപ്പിക്കാമോ? ദൈവത്തിന് സ്തോത്രം. മഹാദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒന്നായിരിക്കുന്നു. മക്കളെ, നിങ്ങളുടെ കുടുംബജീവിതത്തെ നിലനിർത്തുന്ന അടിത്തറ മനഃശാസ്ത്രമല്ല,
മനഃശാസ്ത്ര മേഖലയിൽ പ്രസക്തമായ സംഭാവനകൾ കാഴ്ചവെച്ച നിരവധി ഡോക്ടേഴ്സുള്ള രാജ്യങ്ങൾ കുടുംബത്തകർച്ച അതിഭീകരമാണ്. എന്നാൽ കുടുംബജീവിതത്തെ അടിത്തറ നിർത്തുന്ന ഘടകം ദൈവത്തിൻ്റെ വചനമാണ്. വചനം കുടുംബജീവിതത്തോട് അഭിപ്രായം പറയുന്ന പുസ്തകമല്ല, അന്തിമ വിധി പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥമാണ്. ഞാൻ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട സദസ്സിനെ നോക്കി പറയുന്നു. കോടതിക്ക് തീർക്കാൻ കഴിയാത്തത്, അഡ്വക്കേറ്റിന് തീർക്കാൻ കഴിയാത്തത്, സൈക്കാട്രിസ്റ്റിന് തീർക്കാൻ കഴിയാത്തത്, അധികാരസ്ഥന്മാർക്ക് തീർക്കാൻ കഴിയാത്തത് ഈ വചനത്തിന് തീർക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രമല്ല, അത് അനുഭവിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നവർ. വിശുദ്ധ തിരുവെഴുത്തിൽ കുടുംബജീവിതത്തിൻ്റെ കടപ്പാടുകളെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഒരു വേദഭാഗം മാത്രം വായിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ ശാരീരിക കടപ്പാടുകളെക്കുറിച്ച്, കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പൊസിഷൻ്റെ കടപ്പാട്, പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ന്റെ 1 മുതൽ വായിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു ക്രിസ്തീയ വനിത തൻ്റെ ജീവിത പങ്കാളിയെ പേര് വിളിച്ച് സംബോധന ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്നു. അതിൻ്റെ കാരണം അബ്രഹാമിൻ്റെ കുടുംബജീവിതത്തെ വിരൽ ചൂണ്ടി അവതരിപ്പിച്ചുകൊണ്ട് പത്രോസ്, ദൈവത്തിന് സ്തോത്രം, പുരുഷന്മാരോടും ഭാര്യമാരോടും സംസാരിക്കുന്ന മനോഹരമായ വാക്കുകൾ. ഇതെല്ലാം മനോഹരമായി ചേർത്തിണക്കിക്കൊണ്ട് ധന്യനായ പൗലോസ്ലീഹ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന് 22 മുതൽ ഭാര്യയുടെ കടപ്പാട്, ഭർത്താവിൻ്റെ കടപ്പാട്, ഇതിൻ്റെ പൊരുളെന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം തരികയാണ് ആ വേദഭാഗം. കർത്തൃദാസന്മാരിൽ ഒരാൾ മുൻപോട്ട് കടന്നു വന്ന് വായിക്കാൻ തുടങ്ങുന്നു. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ആ നിലയിൽ ഒന്നിച്ച് ഞങ്ങളുടെ കുടുംബജീവിതം കർത്താവിൽ ധന്യമായി നയിപ്പാൻ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുക. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ച വേദഭാഗം വായിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള വാക്യം. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങൾ അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാണ്. ആമേൻ. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാമോ? ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങളെ നിങ്ങൾ പരസ്പരം വലത് കരങ്ങൾ കൊടുത്താട്ടെ. ഞാനിപ്പോൾ വിവാഹ പ്രഖ്യാപനം നടത്താൻ തുടങ്ങുകയാണ്. നമുക്കറിയാം, ആദ്യത്തെ വിവാഹം നടന്നത് ഏദൻ തോട്ടത്തിലാണ്. പശ്ചാത്തലം തോട്ടമായിരുന്നു. അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കിന് വിവാഹം നടന്നത് വെളിംപ്രദേശമാണ്. പശ്ചാത്തലം വെളിംപ്രദേശമായിരുന്നു. രൂത്ത് ബോവസ് ദമ്പതികളുടെ വിവാഹം നടന്നത് പട്ടണവാതിക്കൽ മൂപ്പന്മാരുടെ സദസ്സിലാണ്. പശ്ചാത്തലം പട്ടണവാതിക്കലായിരുന്നു. പട്ടണവാതിക്കലായാലും വെളിംപ്രദേശമായാലും തോട്ടമായാലും വിജയ കൺവെൻഷൻ സെൻ്റർ ആയാലും ദൈവസാന്നിധ്യമാണ് വലുത് എന്ന് ബോധ്യമുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി പറയാം, ദൈവജനത്തിന് നടുവിൽ ദൈവസാന്നിധ്യമുണ്ട്. പട്ടണവാതിക്കൽ മൂപ്പന്മാരുടെ സദസ്സ് ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾ അതിന് സാക്ഷികൾ എന്ന് സദസ്യർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഞങ്ങൾ സാക്ഷികൾ എന്ന് ബോധ്യമുള്ളവരൊക്കെ ആ വലത് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ഇതിന് ഞങ്ങൾ സാക്ഷികൾ. നിങ്ങളാരും കേവലം കാഴ്ചക്കാരല്ല, നിങ്ങൾ സാക്ഷികളാണ്. വിവാഹമോചനം, പുനർവിവാഹം, വിശുദ്ധ ബൈബിൾ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. ദൈവത്തിന് സ്തോത്രം. 3-ാമത്തെയോ 4-ാമത്തെയോ ഭാര്യയുടെ 5-ാമത്തെയോ 6-ാമത്തെയോ ഭർത്താവാകാൻ ഒരു മനസാക്ഷി കുത്തുമില്ലാത്ത ഒരു തലമുറയ്ക്ക് നടുവിൽ കുടുംബജീവിതത്തിൽ പങ്കാളി ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാളിനെ സ്വന്തമാക്കിയാൽ അത് അഡൾട്ടറിയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന യേശുക്രിസ്തുവിൻ്റെ വചനം ഈ കാലഘട്ടത്തിലും പ്രസക്തമാണ്.
ദൈവത്തിന് സ്തോത്രം. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ നിന്നും പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നരുളി ചെയ്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. കുഞ്ഞുങ്ങൾ വലതുകരങ്ങൾ കൊടുത്തിരിക്കുമ്പോൾ ഞാൻ വിവാഹ പ്രഖ്യാപനം നടത്തുമ്പോൾ സന്തോഷമുള്ള അസൂയയില്ലാത്ത എല്ലാവരും ശബ്ദമുയർത്തി കരമടിക്കണം. ഞങ്ങളിതിന് സാക്ഷികൾ എന്ന ബോധ്യത്തോടെ കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. വരട്ടെ, ഞാൻ പറയുമ്പോൾ കരമടിച്ചാൽ മതി. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ കറ്റാനം വില്ലേജിൽ കാട്ടൂർ കിളിയിക്കൽ വീട്ടിൽ മിസ്റ്റർ ജോർജ് വർഗീസിൻ്റെയും മിസസ് ഷീജ വർഗീസിൻ്റെയും മകൻ ടോണി ജോർജ് വർഗീസ് എന്ന ഈ ബഹുമാന്യ യുവാവും കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ ഏഴുകോൺ വില്ലേജിൽ ലൗഡേയിൽ വീട്ടിൽ മിസ്റ്റർ അലക്സ് വർഗീസിൻ്റെയും മിസസ് സൂസൻ അലക്സിൻ്റെയും മകൾ ലൗലി വർഗീസ് എന്ന ഈ ബഹുമാന്യ യുവതിയും ചേർന്ന് കരമടിക്കാമോ? ഇന്നേ സമയം ഇവിടെ വെച്ച് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉടമ്പടി ചെയ്ത് ഭർത്താവും ഭാര്യയും ആയി തീർന്നിരിക്കുന്ന വിവരം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിളംബരം ചെയ്തുകൊള്ളുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആമേൻ, ആമേൻ, ആമേൻ. കരമൊന്ന് ഉയർത്തി വീശി ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഈ ബന്ധം ഇന്ന് മുതൽ മരണം വരെ. ഇവർക്കുള്ള അനുഗ്രഹ സങ്കീർത്തനം കൈവിട്ടാണ്. അനുഗ്രഹ സങ്കീർത്തനം ഇപ്പോൾ സഭാ ശുശ്രൂഷകൻ വായിക്കും. 128-ാം സങ്കീർത്തനം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റുപോലി തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള സമയമാണ്. കുഞ്ഞുങ്ങൾ മുൻപോട്ട് വന്ന് ഒന്ന് മുട്ടുകുത്തി നിന്നാട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവദാസന്മാർ ഒന്ന് എഴുന്നേറ്റ് വന്നാട്ടെ. ബഹുമാന്യനായ കർത്തൃദാസൻ പാസ്റ്റർ KC ശാമുവേൽ അവറുകൾ, ആദരണീയനായ ദൈവഭൃത്യൻ, ഇവരുടെ തലയിൽ കൈവച്ച് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഉള്ള ദൈവദാസന്മാർ ചേർന്ന് വന്നാട്ടെ. ജോസഫ് തോമസ് പാസ്റ്ററൊക്കെ ഒന്ന് ചേർന്ന് വന്നാട്ടെ. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാർത്ഥനാപൂർവ്വം ഇവരെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് കൈമാറാം. കർത്താവിൻ്റെ ദാസൻ ഇവരെ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഒരു മംഗളഗാനം സദേ ഗായക സംഘം പാടുന്ന പശ്ചാത്തലത്തിൽ കർത്താവിൻ്റെ ദാസൻ നിർവഹിക്കുന്നു. ആകാശം ഭൂമിയും നിർമ്മിച്ച ദേവദേവൻ. ആകാശം ഭൂമി
പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഈ പകൽക്കാലത്തിനായി പിന്നെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് സ്തോത്രം കരയറ്റുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും തീരുമാനിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ പ്രിയ ടോണിയുടെയും ലൗലിയുടെയും വിവാഹം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതിനെ നടത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ശുശ്രൂഷയുടെ പ്രാരംഭ നിമിഷം മുതൽ തന്നെ അവിടുന്ന് അടിയങ്ങളുടെ മുതൽ എഴുന്നള്ളി എല്ലാ ശുശ്രൂഷകളെയും അങ്ങ് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രത്യേകിച്ച് അവിടുത്തെ ശ്രേഷ്ഠദാസൻ്റെ കരങ്ങൾക്ക് മീതെ അവിടുത്തെ ഈ അദൃശ്യകരം വെച്ച് ഞങ്ങളുടെ പ്രിയ ടോണിയെ ലൗലിയെ യോജിപ്പിച്ച് ഒന്നാക്കി അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിലേക്ക് അവിടുന്ന് പ്രവേശിപ്പിച്ചതിനാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവിടുത്തെ ശ്രേഷ്ഠദാസന്റെ കരങ്ങളെ അങ്ങ് ബലപ്പെടുത്തിനാൽ സ്തോത്രം. തൃക്കരത്തായി യോജിപ്പിക്കപ്പെട്ട് തിരുകൃപയെ ശരണപ്പെട്ട് ഉടമ്പടി ചെയ്ത് ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ ടോണിയെയും പ്രിയ ലൗലിയെയും ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് കുടുംബമായി സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. ഉത്തമനായ ഭർത്താവിനെ എല്ലാ കടമകളും നിർവഹിക്കാൻ ആവശ്യമായ കൃപ, അതിനുള്ള അഭിഷേകം ഇപ്പോൾ തന്നെ അവിടുത്തെ ദാസന്റെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഉത്തമയായ ഭാര്യ എല്ലാ കടമകളും നിർവഹിക്കാൻ ആവശ്യമായ കൃപ, അതിനുള്ള അഭിഷേകം ഇപ്പോൾ തന്നെ അവിടുത്തെ ദാസിയുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വരുവാൻ താമസിക്കുന്നെങ്കിൽ തുടർന്ന് ഇവർ പരസ്പരം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, പരസ്പരം ഇരു കുടുംബങ്ങൾക്കും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ഇവരൊന്നിച്ച് ദൈവസഭകൾക്കും സമൂഹത്തിനും അനുഗ്രഹമായി തീരുവാൻ അവിടെ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ഭൂമിയിലെ സകല ഭൗതിക അനുഗ്രഹങ്ങളാലും ഈ കുടുംബത്തെ നിറയ്ക്കണമേ, ഐശ്വര്യം നൽകണമേ, അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ഈ കുടുംബത്തിന് നൽകണമേ എന്ന് ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവം യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്ത് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന സകലവിധ അനുഗ്രഹങ്ങളാലും ഈ കുടുംബത്തെ അങ്ങ് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവമേ, ഇസ്ഹാക്കിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവമേ, യാക്കോബിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവമേ, ഈ പുതിയ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായുള്ള വചനപ്രകാരം അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ ഒന്നിച്ച് പ്രിയപ്പെട്ടവരെ ശിരസിന് കരം വെച്ച് അനുഗ്രഹിക്കുമ്പോൾ അടിയങ്ങളുടെ കരങ്ങൾക്ക് മീതെ അവിടുത്തെ അദൃശ്യകരം വെച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് കുറെ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഈ തലമുറയ്ക്കും വരും തലമുറകൾക്കും ഈ കുടുംബം അനുഗ്രഹമായി തീരട്ടെ. ഈ തലമുറയ്ക്കും വരും തലമുറകൾക്കും അബ്രഹാമിന്റെ സാറയുടെ കുടുംബം പോലെ മാതൃകയുടെ കുടുംബമായി കുടുംബം തീരട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിന്നാട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവദാസന്മാർക്ക് ഇരിക്കാം. ഒരിക്കൽ കൂടെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാമോ? ഇരുഭാഗത്തെയും മാതാപിതാക്കൾ വേഗം സ്റ്റേജിലേക്കൊന്ന് വരണം. അവർ സ്റ്റേജിലേക്ക് വരുമ്പോൾ കഴിയുമെങ്കിൽ നിങ്ങൾ ആ കരമൊന്ന് അടിക്കണം. ഇത്രയും ദൈവദാസന്മാരുടെയും ലജ്ജ കൂടാതെ കരമൊന്ന് അടിച്ചാട്ടെ. ഇത്രയും ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും സാന്നിധ്യത്തിൽ പ്രാർത്ഥനാപൂർവ്വം ഈ കുഞ്ഞുങ്ങളെ ഒന്നാക്കാൻ ദൈവകൃപയിലും പത്യോപദേശത്തിലും ആത്മീയ മാതൃകയിലും ഈ തലമുറയെ വളർത്തി ഇവിടെ കൊണ്ടുവരത്തക്ക വിധം ഈ മാതാപിതാക്കൾ കാണിച്ച പ്രാർത്ഥനയും സഹകരണവും അഭിനന്ദനാർഹമാണ്. എല്ലാ ദൈവമക്കളും കരം ഉച്ചത്തിലൊന്ന് അടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി ദൈവത്തിന് മഹത്വമർപ്പിക്കാം. അടുത്തൊരു തലമുറയ്ക്ക് മാതൃക കൈമാറത്തക്ക വിധത്തിൽ തലമുറകളെ കൃപയിൽ വളർത്താൻ ദൈവം അവർക്ക് ഭാഗ്യം നൽകി. പ്രിയമോനെ ടോണി, ഈ നിൽക്കുന്ന മാതാപിതാക്കളെ ശ്രദ്ധിക്കുക. ഞാൻ സാധാരണ പ്രസംഗത്തിൽ പറയാറുണ്ട്, എല്ലാ വൃക്ഷത്തിനെയും വിത്തിനും വൃക്ഷവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഞെട്ട്. ഇലയെ വൃക്ഷവുമായി ബന്ധിപ്പിക്കുന്നതാണ് ഞെട്ട്. ഓരോ വൃക്ഷത്തിൻ്റെ ഫലത്തെയും ആ വൃക്ഷത്തിൻ്റെ തായ്തടിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഞെട്ട്. ആ ഞെട്ട് കാണിക്കുന്നത് ഈ വിത്തിൻ്റെ പുറകിൽ ഒരു വൃക്ഷമുണ്ടെന്നാണ്. ആദാം ഹൗവ രണ്ടുപേരൊഴികെ മനുഷ്യകുലത്തിൽ മുഴുവൻ ആളുകൾക്കും ഈ ഞെട്ടുണ്ട്. ആ ഞെട്ടാണ് പുക്കിൾ ചുഴി എന്ന ഞെട്ട്.
ഇത് കാണുമ്പോഴോർത്തോണം, ഞാൻ ഇഞ്ഞു വന്നതല്ല, എൻ്റെ മാതാപിതാക്കൾ എന്നെ കരുതലോടെ വളർത്തിയതാണ്. ആ കണ്ണുകൾ നനയരുത്, ആ കണ്ണുകൾ ഒരിക്കലും നനയരുത്. ഞാനിവിടെ ഇരിക്കുന്നവരോട് പറയട്ടെ, എനിക്ക് അതൊക്കെ പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ സമയപരിമിതിയുണ്ട്. ഈ വിശുദ്ധ തിരുവഴുത്തിൽ ആയുസ്സിനെ ബാധിക്കും. നിങ്ങൾ ശാപത്തിൻ്റെ ഉപജ്ഞാവാതാവണം തെറ്റിദ്ധരിക്കരുത്. ആയുസ്സിനെ ബാധിക്കും എന്നൊരു പ്രധാന വിഷയമുണ്ട്. നീ വസിക്കുന്ന ഭൂമിയിൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ, അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കളോടുള്ള പ്രതികരണം ഇന്ന് നീ വിതയ്ക്കുന്നതാണ് നാളെ കുടിശ്ശികയും പലിശയും കൂട്ടുപലിശയും ഉൾപ്പെടെ നിന്റെ കണ്ണടയും മുൻപ് തിരിച്ചു കൊയ്യും എന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഈ മാതാപിതാക്കളുടെ കണ്ണുകൾ മക്കളെ നനയരുത്. അതിപ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഗ്ലാസ് കാഴ്ചയ്ക്ക് നല്ലതാ, കുടിക്കാൻ വെള്ളം എടുക്കാൻ നല്ലതാ. വീണ് പൊട്ടിയാൽ ഗ്ലാസ് അല്ല, കുപ്പിച്ചില്ല. കുടുംബജീവിതത്തിൻ്റെ അടിത്തറ പങ്കാളിയോടുള്ള വിശ്വാസ്യതയാണ്. വിശ്വാസ്യത തീർന്നാൽ ഇത് മുറിവേൽപ്പിക്കും. മോളെ, തുടക്കം നല്ലതാണെങ്കിലും അനേക പെൺകുട്ടികൾ കുടുംബങ്ങൾ കലഹം സൃഷ്ടിക്കുമ്പോൾ നിന്റെ കണ്ണുനീര് കൊണ്ടും നിന്റെ പ്രാർത്ഥന കൊണ്ടും നിന്റെ ഭർത്താവിനെ നിന്റെ വീടിൻ്റെ രാജാവാക്കിയിട്ട് ഈ വീട്ടിലെ രാജ്ഞിയായി നീ വാഴണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾ എല്ലാവരും കരമടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ചുംബനം ചെയ്ത് കുഞ്ഞുങ്ങളെ സ്വീകരിച്ചാട്ടെ. മാതാപിതാക്കൾ എല്ലാവരും ശബ്ദം ഉയർത്തി കരമടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ചുംബനം ചെയ്ത് സ്വീകരിക്കും. ഈ ആത്മീയ ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരുടെ സഹകരണത്തിനും ക്ഷണനത്തിനും പ്രത്യേകം നന്ദി അർപ്പിച്ച് ദൈവത്തിന് സ്തോത്രം. ഈ ശുശ്രൂഷയിൽ ശാന്തമായി എന്നെ കേട്ട പ്രിയപ്പെട്ടവർക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ദൈവത്തിന് സ്തോത്രം. അവസരം അനുവദിച്ചവർക്ക് നന്ദി പ്രകാശിപ്പിച്ച് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ വിവാഹ ശുശ്രൂഷ നിർവഹിപ്പാൻ കർത്താവിൻ്റെ ദാസിനെ ദൈവം ശക്തീകരിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വളരെ ആത്മീയ അന്തരീക്ഷത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. പുതുതായി അതേ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയ കുഞ്ഞുങ്ങളുടെ ജീവിതം കർത്താവ് ധന്യവും അനുഗ്രഹവുമാക്കി തീർക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എണ്ണിയാൽ തീരാത്ത നന്മകൾ കൊണ്ടെന്നെ അനുഗ്രഹമാക്കിയ നിൻ കൃപയൊന്നു മാത്രം ഒരു ദേഹിയായി കൂട്ടി ചേർത്തതും നീ, ആശ്ചര്യമേ അത് ഓർത്തിടുമ്പോൾ. നീ ചെയ്ത നന്മയോർത്താൽ രക്ഷിച്ച മഹസ്നേഹമേ, ഞാനും എൻ കുടുംബവും യേശുവേ നിന്നെ സേവിക്കും. എന്നാശ ഒന്നു മാത്രമേ, നീ മാത്രം രാജാവിൻ ഇഷ്ടം ചെയ്യുവാൻ. പ്രൈസ് ലോർഡ്. ആശംസകൾ പറയുവാൻ ചിലരുടെ പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട്. വളരെ ചുരുക്കം വാക്കുകളിൽ അവർ മുൻപോട്ട് കടന്നു വന്ന് അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. IPC ഇമ്മാനുവേൽ വെട്ടിക്കോട് ചർച്ചിനെ പ്രതിനിധീകരിച്ച് സെക്രട്ടറി ബ്രദർ ജോസ്മോൻ മുൻപോട്ട് കടന്നു വരും. അദ്ദേഹം സഭയ്ക്ക് വേണ്ടി ആശംസകൾ അറിയിക്കുകയും അദ്ദേഹത്തോടൊപ്പം IPC ഇമ്മാനുവേൽ സഭയുടെ PIPയുടെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾ കടന്നു വരികയും സഭയുടെ PIPയുടെ ഗിഫ്റ്റ് കൊടുക്കുകയും പ്രിയ സെക്രട്ടറി സഭയുടെ ഗിഫ്റ്റ് പ്രിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതിനുശേഷം വരേണ്ടവരുടെ പേരുകൾ ഞാനിവിടെ ഓർപ്പിക്കുന്നു. ദോഹ IPC ശാലേം സഭയെ പ്രതിനിധീകരിച്ച ബ്രദർ ബ്ലസൻ ജോർജ്, TPM കുണ്ടറ സഭയെ പ്രതിനിധീകരിച്ച് ബ്രദർ മോനച്ചൻ ഇടുക്കള, പാസ്റ്റർ സജി കുര്യൻ പ്രിയ ജോർജ് ഈശാനോടൊപ്പം ഒറീസയിലെ പ്രവർത്തനങ്ങൾക്ക് ചുമൽ വഹിക്കുന്ന കർത്തൃദാസനാണ്. അദ്ദേഹം ആശംസ വാക്കുകൾ അറിയിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ ക്രമത്തിൽ വേഗത്തിൽ മുൻപോട്ട് വന്ന് നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന സദസ്സിലായിരിക്കുന്ന കർത്താവിൻ പ്രസിദ്ധരായിരിക്കുന്ന ദൈവദാസന്മാർ, ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗവരുന്നനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാനിവിടെ നിൽക്കുന്നത് വെട്ടിക്കോട്ട് IPC ഇമ്മാനുവേൽ ദൈവസഭയുടെ പേരിലുള്ള ഇന്ന് വിവാഹിതരായ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ആശംസ അർപ്പിക്കുവാനുള്ള ദൗത്യത്തിലാണ്.
അപ്പോൾ തന്നെ ഒരു വാക്ക് ഞാൻ ആ കുടുംബത്തെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മൾ ദൈവദാസന്മാരിൽ കൂടി കേട്ടതുപോലെ തന്നെ ദോഹയിലുള്ള ചർച്ചിൽ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് പ്രിയ ബ്രദർ ജോർജ് വർഗീസിൻ്റെയും ഷൈൻ സൗരിയുടെയും കുടുംബമെന്ന് കർത്താവിൻ്റെ ദാസിൽ കൂടി നമ്മൾ കേൾക്കുകയുണ്ടായി. ഒട്ടും കുറയാത്ത രീതിയിൽ തന്നെ വെട്ടിക്കോട്ട് സഭയ്ക്കും അഭിമാനമായിട്ട് പറയുവാനുണ്ട്. സഭയ്ക്ക് വളരെ അഭിമാനകരവും അനുഗ്രഹീതവുമായ ഒരു കുടുംബമാണ് ബ്രദർ ജോർജ് വർഗീസിൻ്റേത്. ദേവദാസന്മാർ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പുകഴ്ത്തുന്ന അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എങ്കിലും സഭയുടെ സെക്രട്ടറി എന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ തരമില്ല. വെട്ടിക്കോട്ട് സഭയുടെ ആരംഭം മുതൽ ദൈവസഭയ്ക്ക് വേണ്ടി അനുഗ്രഹീതമായ കൈത്താങ്ങൽ നൽകുകയും അതിൻ്റെ പണിയുടെ ആരംഭം മുതൽ ഈ സമയം വരെയും സഭയ്ക്ക് ആത്മീയമായും ഭൗതികമായും അനുഗ്രഹമായിരിക്കുന്ന ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, സ്തുതിക്കുകയാണ്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കൂ എന്നുള്ള ദൈവവചനം പോലെ തന്നെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് മാനിക്കപ്പെട്ട ഒരു കുടുംബമായിട്ട് ആ കുടുംബം നിലകൊള്ളുന്നു. അനുഗ്രഹിക്കപ്പെട്ട മക്കളെ നൽകി, തലമുറയെ നൽകി ദൈവം ആ കുടുംബത്തെ ഇത്രത്തോളം അനുഗ്രഹിച്ചു. തൻ്റെ മക്കൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണമെന്ന് എല്ലാ മാതാപിതാക്കളും ഇന്ന് വളരെ കൊതിയോടെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ നൽകി അവരിൽ കൂടിയുള്ള ആ ദൈവിക ആത്മീയ സന്തോഷങ്ങൾ അനുഭവിപ്പാൻ പ്രിയ ബ്രദർ ജോർജ് വർഗീസിനും കുടുംബത്തിനും ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സമ്പത്തിലും പാരമ്പര്യത്തിലും പ്രൗഢിയിലും വിദ്യാഭ്യാസത്തിലും ഉന്നത നിലവാരം പുലർത്തുന്ന കാട്ടൂർക്കളികൾ കുടുംബത്തിൽ നിന്ന് കർത്താവിനെ ഏകനായി വിശ്വാസത്തിൽ കൈക്കൊള്ളുവാൻ തക്കവണ്ണം പ്രിയ ജോർജ് വർഗീസിനെയും കുടുംബത്തെയും ദൈവം സഹായിച്ചു. ദോഹയിലുള്ള സഭയ്ക്കും വെട്ടിക്കോട്ടുള്ള IPC ഇമ്മാനുവൽ സഭയ്ക്കും ഒരുപോലെ അനുഗ്രഹീതമായിട്ട് പ്രവർത്തിക്കുന്നു. സഭയുടെ ഏത് വിഷയം വന്നു കഴിഞ്ഞാലും വളരെ സന്തോഷത്തോടെ ദൈവനാമത്തിൽ അതിനെ സോൾവ് ചെയ്യുന്ന ഒരു അനുഗ്രഹീതനായ ദൈവദാസനാണ് ബ്രദർ ജോർജ് വർഗീസും കുടുംബവും. അപ്പോൾ തന്നെ തൻ്റെ മിഷണറി വർക്ക് ദൈവസഭയ്ക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. തൻ്റെ സമ്പത്ത് കൊണ്ടും തൻ്റെ സാന്നിധ്യം കൊണ്ടും ഞങ്ങൾ ഓർക്കുകയാണ്, എപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാലും താൻ വടക്കേ ഇന്ത്യയിലേക്ക് എല്ലാ ക്ലേശങ്ങളും സഹിച്ച് എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് സന്തോഷത്തോടു കൂടി മിഷണറി വർക്കിനായി പോകുന്ന ഒരു കുടുംബമാണ്. രക്ഷിക്കപ്പെട്ട സമയം മുതൽ ഈ സമയം വരെയും കർത്താവിൽ വിശ്വസ്തരായിട്ട് അവർ നിലകൊള്ളുന്നു. എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്താണ് പ്രിയ ജോർജ് വർഗീസ്. അതുപോലെ തന്നെ എൻ്റെ സ്കൂൾമേറ്റാണ്, എൻ്റെ അയൽക്കാരനുമാണ്, അതിലുപരിയായി എൻ്റെ ചർച്ച് ബ്രദറുമാണ്. ഞങ്ങൾ ഏകദേശം ഒരേ സമയത്ത് തന്നെ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലേക്ക് വന്ന ചർച്ചിൽ ആയിരിക്കുന്ന വെട്ടിക്കോട്ട് IPC ചർച്ചിലായിരിക്കുന്ന ദൈവമക്കളാണ്. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വാക്കുകൾ കൊണ്ട് പറയുവാൻ പരിമിതികളുണ്ട്. അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. വെട്ടിക്കോട്ട് IPC ദൈവസഭയുടെ ശുശ്രൂഷൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ AP വർഗീസിനും കുടുംബത്തിനും ഏറ്റവും നല്ല കൈത്താങ്ങലും അവരുടെ സ്നേഹവും ആ കുടുംബത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വെട്ടിക്കോട്ട് ദൈവസഭയെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു കുടുംബം തന്നെയാണ്. കാരണം സമ്പത്തിൻ്റെയോ വിദ്യാഭ്യാസത്തിൻ്റെയോ മറ്റ് ആഡംബരത്തിൻ്റെയോ യാതൊരു വിധത്തിലുള്ള ഭാവവും കാണിക്കാതെ എല്ലാവരോടും ഒരുപോലെ സ്നേഹത്തോടും സാഹോദര്യത്തോടും പെരുമാറുന്ന ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വെട്ടിക്കോട്ട് IPC ഇമ്മാനുവൽ ദൈവസഭയുടെ പേരിലുള്ള ആശംസയും പ്രാർത്ഥനയും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സഭയുടേതായിട്ടുള്ള ഉപഹാരവും നൽകുന്നു. എന്നോടൊപ്പം തന്നെ വെട്ടിക്കോട്ട് IPC ദൈവസഭയുടെ PIPA പ്രസ്ഥാനത്തെ എൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന സിസ്റ്റർ അനന്തിക സോമൻ, ബ്രദർ ടോം വർഗീസ്, ഇവർ രണ്ടുപേരും PIPയുടെ പേരുള്ള ഉപഹാരവും അവർക്ക് നൽകിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിവിധ ശുശ്രൂഷകൾക്ക് അനുഗ്രഹീതമായ ശുശ്രൂഷ നേതൃത്വം നൽകിയ ദൈവദാസന്മാർ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ ഇവിടെ ആഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും
അതുപോലെ ഓൺലൈനിലൂടെ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ശാലേം IPC ദോഹയിലുള്ള ശാലേം IPC സഭയുടെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഊഷ്മളമായ മനോഹരമായ ഒരു കുടുംബജീവിത യാത്രയുടെ പുതിയ അധ്യായം ഇന്നിവിടെ ആരംഭിക്കുന്ന പ്രിയ നവകുടുംബത്തിന് ശാലേം IPC ഫാമിലിയുടെ എല്ലാവിധ അനുഗ്രഹാശംസകളും ഈ അവസരം ഞങ്ങൾ കൈമാറുകയാണ്. അപ്പോൾ തന്നെ ദോഹയിലുള്ള ശാലേം IPC സഭയുടെ വിശാലമായ മറ്റു പ്രവർത്തനങ്ങളായ ശാലേം സൺഡേ സ്കൂൾ, ശാലേം PYPA, ശാലേം ഗോസ്പൽ മിഷൻ, ശാലേം സഹോദരി സമാജം, ഇംഗ്ലീഷ് വർഷിപ്പ് വിഭാഗമായ ശാലേം യൂത്ത് ഇഗ്നൈറ്റ്, ഈ അനുഗ്രഹ പ്രവർത്തനങ്ങളുടെയും ചർച്ച് കൗൺസിൽ, സഭയിലെ എല്ലാ സഭാംഗങ്ങളുടെയും കുടുംബങ്ങളുടെയും എല്ലാവിധ അനുമോദനങ്ങളും അനുഗ്രഹാശംസകളും ടോണി ആൻഡ് ലവ്ലി ദമ്പതികൾക്ക് ഇവിടെ ഞങ്ങൾ കൈമാറുന്നതിനോടൊപ്പം പ്രിയ ലവ്ലി ടോണിയെ ഞങ്ങൾ ശാലേം സഭയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വരുന്ന നാളുകളിൽ നല്ല കൂട്ടായ്മകൾ നമുക്ക് ഒരുമിച്ച് ദൈവം നൽകുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ സഭയുടെ എൽഡറായിരിക്കുന്ന പ്രിയ ജോച്ചാൻ മുന്നോട്ട് വന്ന് സഭയുടെ ഒരു ഗിഫ്റ്റ് ഈ നവദമ്പതികൾക്ക് കൈമാറുന്നതാണ്. ദൈവം സഹായിക്കുമാറാട്ടെ. ഈ അവസരത്തിൽ മുൻ ശുശ്രൂഷകനായിരിക്കുന്ന കോശി കെ മാത്യു പാസ്റ്റർ, അദ്ദേഹത്തിന് പങ്കെടുക്കുവാൻ സാധിച്ചില്ല, കാനഡയിലായിരിക്കുന്നു. അവിടെ നിന്നും പ്രത്യേക അനുമോദനങ്ങൾ കുടുംബത്തിന് അറിയിച്ചിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ ആൻഡ് വി ശാലേം IPC family wishing you both a blessed married life. May God bless you. Thank you. ബ്രദർ മോഹനച്ചൻ ഇടുക്കള. ദൈവനാമത്തിൻ്റെ മഹത്വം. കൃപയാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് എനിക്കും കുടുംബത്തിനും വന്നു ചേരുവാൻ കർത്താവ് സഹായിച്ചതിൽ ഞാൻ ദൈവത്തിഥിയുമായി മഹത്വപ്പെടുത്തുകയാണ്. പ്രത്യേകാൽ നാം ഒരു വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളെ കടന്നു വന്നിരിക്കുന്നല്ലോ. തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ആണ്ടിൻ്റെ ആരംഭം മുതൽ എൻ്റെ അവസാനം വരെയും കർത്താവിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ ഉണ്ടായിരിക്കുമെന്ന് രേഖപ്പെടുത്തിക്കുന്ന പ്രകാരം ഈ ഡിസംബർ 30-ാം തീയതി ഇനി ഒരു ദിവസം കൂടെ കഴിയുമ്പോൾ നാം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എത്രയോ നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് കടന്നു പോയിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കേവർക്കും ജീവനുള്ള പ്രദേശത്ത് ജീവനദേഹിയായി പ്രിയനെ സ്തുതിപ്പാനും പ്രത്യേകാൽ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷ പങ്കെടുക്കുവാനും നമുക്കേവർക്കും ഭാഗ്യം ലഭിച്ചു. ആ കൂട്ടത്തിൽ എനിക്കും കുടുംബത്തിനും ഭാഗ്യം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിഥിയുമായി മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് വിവാഹിതരായ ലവ്ലി മോളെക്കുറിച്ചും ടോണി മോളെക്കുറിച്ചും ചില കാര്യങ്ങൾ പ്രസ്താവിക്കേണ്ടതുണ്ടല്ലോ. പ്രത്യേകാൽ ഞാൻ ലവ്ലി മോളുടെ ഭാഗത്ത് നിന്ന് കടന്നു വന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ആ കുടുംബത്തെക്കുറിച്ച് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രത്യേകാൽ ഷിബു എന്ന ഞാൻ വിളിക്കുന്ന അലക്സ്, അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് പേരൻസിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. അലക്സിൻ്റെ മാതാവും പിതാവും ഇപ്പോഴും നിത്യതയിലാണ്. അതുപോലെ തന്നെ സൂസൻ്റെ മാതാപിതാക്കളും അനുജനും കുടുംബവും ഇപ്പോഴും ഈ വേദിയിലുണ്ട്. പ്രത്യേകം നാം പ്രാർത്ഥിക്കുന്നത് പോലെ മക്കളെയും മക്കളുടെ മക്കളെയും കാണുക എന്നുള്ളൊരു ഭാഗ്യം എവർക്കൊക്കെയും കർത്താവ് കൊടുത്തതോർത്ത് ഞാൻ ദൈവത്തിഥിയുമായി മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകം ഞാൻ കല്യാണ ഉറപ്പിന് പ്രിയ അലക്സ് പറഞ്ഞതായ ഒരു കാര്യം ഓർക്കുകയാണ്. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ മകനായി ജനിപ്പാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയതോർത്ത് എന്ന് പറഞ്ഞത് കേൾക്കുകയുണ്ടായല്ലോ. എന്നാൽ ആ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ചിന്തിപ്പിക്കുന്നതായ ഒരു കാര്യം താൻ പറയുകയുണ്ടായി. അവർക്കുണ്ടതായ വെയിൽ ഇന്ന് എനിക്കും കുടുംബത്തിനും തണലും ആശ്വാസവും അനുഗ്രഹവും എന്ന് പറഞ്ഞത് വളരെ ചിന്തിപ്പിക്കുന്നൊരു വിഷയം തന്നെയായിരുന്നു. കുണ്ടറയിലെ വിശ്വാസി എന്ന നിലയ്ക്ക് ഞാൻ ഓർക്കുമ്പോൾ ഷിബുവിൻ്റെ അപ്പച്ചൻ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന കാലയളവിലാണ് ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നത്. എന്നാൽ ആ കാലങ്ങളിൽ ഞങ്ങളുടെ സമുദായങ്ങളിൽ നിന്ന് കടന്നു വന്നതുകൊണ്ട് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിട്ടുമെങ്കിലും സ്നേഹവാനായ ദൈവം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊച്ചു കുഞ്ഞുങ്ങളെയും കർത്താവ് ഈ ശ്രേഷ്ഠമേറിയ വിശ്വാസ പദവി നിലനിർത്തി സൂക്ഷിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിഥിയുമായി മഹത്വപ്പെടുത്തുകയാണ്. അതോട് ചേർന്ന് സൂസൻ്റെ പപ്പായും മമ്മിയെയും കുറിച്ച് പറയുമ്പോൾ അപ്പോഴിപ്പോഴും അവർ ഈ വേദിയിലുണ്ട്.
അവർക്ക് മക്കളെയും മക്കളുടെ മക്കളെയും ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചതോർത്ത് ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. ഏകദേശം 50 വർഷത്തിൽ പരമായി ആ കുടുംബമായി സഹകരിപ്പാനും കൂട്ടായ്മ ആചരിപ്പാനും സ്നേഹബന്ധത്തിൽ ഒന്നായി കഴിയുവാനും കർത്താവ് ഈ സമയം വരെ ഭാഗ്യം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മാത്രമല്ല, മാത്യു ചായനും തോമസുമായി സൗദി അറേബ്യയിൽ ചില വർഷങ്ങൾ കർത്താവിനെ ആരാധിപ്പാനും കൂട്ടായ്മ ആചരിപ്പാനും കർത്താവ് ഇവിടെ നൽകിയതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സമയം പോയതിനാൽ വേഗം ഞാൻ എൻ്റെ വാക്കുകളെ പറഞ്ഞ് ചുരുക്കുകയാണ്. പ്രത്യേക അലക്ഷനെ കുറിച്ചൊരു കാര്യം പറയുമ്പോൾ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ മാതൃകാപരമായ സഭയിലും സമൂഹത്തിലും ഇടപഴകുന്നവർ ചെറുപ്പക്കാരൻ മാത്രമല്ല, വിവിധ സംഘടനകൾ ഉന്നത പദവികൾ അലങ്കരിച്ചിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമ ഇനിയും സൗഖ്യവും ആരോഗ്യവും ധാരാളമായി കൊടുത്ത കർത്താവ് വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സൂസനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബിനി, കുഞ്ഞുങ്ങളെ 3 പേരെയും ദൈവശിക്ഷണത്തിൽ വളർത്തുന്ന ഒരു മാതാവ്, ഒരു വീട്ടമ്മ എന്ന് ഞാൻ അത്രയും ചുരുക്കി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുടുംബമായി ഇനിയും ധാരാളമായി ഇതിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം ഞങ്ങൾ ഓമന പേർ വിളിക്കുന്ന ലവ്ലിയുടെ പേര് അമ്മു എന്നാണ്. എന്നാൽ അമ്മുവിനെക്കുറിച്ച് ചില വാക്കുകൾ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാം. അമ്മുവിനെ സ്നേഹിക്കുന്ന മാതാപിതാക്കളുടെ ശിക്ഷണത്തിലും ശാസനയിലും വളരുവാനുള്ള ഭാഗ്യം ലവലിക്ക് കൊടുത്തതോർ ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല, ഞാൻ പലപ്പോഴും ആ വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ ആ മേശപ്പുറത്ത് ഒരു ചൂരൽ കാണും. ഞാനപ്പോൾ സൂസനോട് ചോദിക്കും, സൂസൻ 3 പെമ്മക്കളല്ലേ ദൈവം തന്നിരിക്കുന്നത്, എന്തിനാണ് ഈ ചൂരലിൻ്റെ ആവശ്യം? ഇല്ല വേണം, ചൂരൽ ഈ മേശപ്പുറത്ത് ഇരിക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഇന്ന് സ്കൂളിലായാലും കോളേജിലായാലും ചൂരലെടുത്തു കഴിഞ്ഞാൽ നാം നിയമപരമായി നേരിടേണ്ട ഒരു കാലമാണെങ്കിലും ഇത്രത്തോളം 3 കുഞ്ഞുങ്ങളെയും ശിക്ഷണത്തിലും ദൈവഭയത്തിലും വളർത്തുവാൻ സൂസന് കൊടുത്ത ദൈവകൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മാത്രമല്ല, ലവ്ലി സഭയിലും മറ്റും സൺഡേ സ്കൂളിലും മറ്റും ആക്റ്റീവായി പ്രവർത്തിച്ചു. അവൾ ജോലിയിലായിരുന്ന സാഹചര്യത്തിലൊക്കെയും മാതൃകാപരമായ ജീവിതം നയിപ്പാനുള്ള ഭാഗ്യം അവൾക്ക് കൊടുത്തതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു നല്ല ഭാവി ജീവിതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകാൽ ഇന്ന് ടോണിമോൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ ടോണിമോൻ്റെ മാതാപിതാക്കളെ സ്നേഹിപ്പാനും കരുതുവാനും ശുശ്രൂഷിപ്പാനും ദൈവം ലവ്ലി മോൾക്ക് ദൈവം കൃപ നൽകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ടോണിമോനെക്കുറിച്ച് നല്ല സാക്ഷ്യവും അനുഭവം ഇന്ന് കേൾക്കുകയുണ്ടായല്ലോ. അവരുടെ മാതാപിതാക്കളോടൊപ്പം ആയിരിക്കുന്ന സമയങ്ങളിലൊക്കെയും അവരെ കരുതുവാനും സ്നേഹിപ്പാനും അവരെ ശുശ്രൂഷിപ്പാനും ലവ്ലി മോൾക്ക് ദൈവം കൃപ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ വാക്കുകളെ ചുരുക്കട്ടെ. കുഞ്ഞുങ്ങളുടെ ജീവിതം ധന്യമാക്കി തീർക്കേണ്ടതിന് നമുക്ക് എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാം. ഞാനും പ്രാർത്ഥിക്കുന്നതിന് കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരെ മാതാക്കളെ അനുഗ്രഹിച്ചവനായ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രാർത്ഥനയോടുകൂടെയാണ് ഈ ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകാൽ ലവ്ലി മോള് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊരു തക്കതായ തുണയെ കിട്ടേണ്ടതിന് വേണ്ടിയിട്ട് പലപ്പോഴും പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും ചെയ്തിട്ടുണ്ട്. തക്കതായ ഒരു തുണയെ കർത്താവ് കൊടുത്തതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവിധമാകുന്ന ആശംസകളും നന്മകളും ഞാൻ നേരുകയാണ്. പ്രത്യേകാൽ കുടുംബസഭയിലെ പാസ്റ്റർ ഇമ്മാനുവേലിൻ്റെയും സഭാവിശ്വാസികളുടെയും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയ ടോണിക്കും ലവലിക്കുമുള്ളതായ ആശംസകൾ അറിയിക്കുന്നു. പ്രിയ ടോണിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ ചെറിയ പ്രായം മുതൽ ടോണിയുടെ മാതാവുമായിട്ടുള്ള ആ കുടുംബമായിട്ടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുവാൻ ഇടയായിത്തീർന്നത്. അങ്ങനെ പിന്നത്തതിൽ ഒരു വിശ്വാസത്തിലേക്ക് നയിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. അതിനുള്ള ബന്ധത്തിൽ ടോണിയുടെ അങ്കിള് ഷിബുവാണ് ഒറീസിലേക്ക് ആദ്യം വരാനിടയായിത്തീർന്നു. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ ജോർജ് ഉത്സാന് ആ പ്രവർത്തനത്തിന് കൈത്തങ്ങൾ തരുവാൻ ഇടയായിത്തീർന്നു. കഴിഞ്ഞ 18 പരം വർഷമായി ഞങ്ങൾക്ക് ഒറീസയിലേക്ക് പോകാൻ ഇടയായിത്തീർന്നു. ഈ വർഷത്തിലെ പ്രാരംഭത്തിൽ ഒറീസയിൽ നിന്ന് ഞങ്ങൾ മടങ്ങി വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ വർഷം തന്നെ ടോണിയുടെ വിവാഹം നടക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇടയായിത്തീർന്നു. ഈ ഡിസംബർ മാസം 5-ാം തീയതി വിവാഹത്തിൻ്റെ കാര്യങ്ങൾ വളരെ തിരക്കത്തിലായിരുന്ന സമയത്താണ് ഞങ്ങൾ ഒറീസയിലേക്ക് പോകാനായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ ബാഗൊക്കെ അയച്ചതാണെന്നാൽ ഫ്ലൈറ്റ് ക്യാൻസൽ കൊണ്ട് പോകാനിടയായിത്തീർന്നില്ല. കർത്താവിൻ്റെ ദാസനെ കുറിച്ചിവിടെ ഞങ്ങളെല്ലാം ഓർപ്പിച്ചു. തനിക്ക് ലഭിച്ചതായ ആ ദർശനം ഒറീസയിലെന്ന് പറഞ്ഞാൽ വളരെ അപരിഷ്കൃതമായ ആളുകൾ, വളരെ ഒരു ജീവിത സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഇടത്ത് അനേക നാളുകൾ അവിടെ കടന്നുവരിടയത്തിരുന്ന് ഗിലിയാദ് ഗോസ്ബൽ മിനിസ്ട്രീസ് എന്ന് പറയുന്ന അതിനോട് ബന്ധപ്പെട്ട് അതിൻ്റെ
അസോസിയേറ്റഡായിട്ട് ഏകദേശം 80-ലധികം പ്രവർത്തനങ്ങൾ അവിടെ നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നുകൊണ്ടിരിക്കുന്നു. ടോണിയെക്കുറിച്ച് പഠിക്കുമ്പോൾ വളരെ ശാന്തനും സൗമ്യനുമായ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുന്നതിനകത്ത് ഒട്ടും അതിശക്തിയില്ല. ഒരിക്കൽ ചിക്കാഗോയിൽ താൻ പഠനത്തോടുള്ള ബന്ധത്തിലായിരുന്നപ്പോൾ ഞാനും അദ്ദേഹം കടന്നുപോയ ഒരു ചർച്ചിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള ചില പ്രിയപ്പെട്ടവരോട് ചോദിച്ചു, ഇപ്പോഴേ വിവാഹം കഴിക്കുമോ എന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞു, ഇപ്പോഴൊന്നും അടുത്ത കാലത്ത് നടക്കത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ സമയം ഞങ്ങൾ പലതും ആലോചിച്ചു, അമേരിക്കയിലും തന്നെ പലതും ആലോചിച്ചെന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം തനിക്ക് വേണ്ടി ഒരു തുണി ഒരുക്കി കൊടുത്തു. പ്രത്യേകാൽ എന്ന ഒറീസയിൽ നിന്ന് അതിൻ്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന രഞ്ജിത്ത് ഫാമിലിയായിട്ട് കടന്നു വന്നിട്ടുണ്ട്. റോഷന് അവിടെ ചെറുപ്പക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രാജുവേറ്റാണ്. അത് ആ ചെറുപ്പക്കാരൻ അനേക ഇടങ്ങളിൽ പോയി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ കൂടുതൽ സമയം കടന്നു വന്ന പലരുണ്ട്. അതിൽ സെമിലോട്ട് ഞാൻ ഈ വർഷം പല പ്രാവശ്യം കടന്നു വന്നു. എൻ്റെ പിൻപിൽ നിൽക്കുന്ന ഉമ്മൻ ജോർജ് അദ്ദേഹത്തെ തോളിലേറ്റിക്കൊണ്ടാണ് ഒറീസയിൽ ഒരു ആദിവാസി ഗ്രാമത്തിൽ പോയത്. ഇന്ന് അവിടെയൊക്കെ ഞങ്ങൾക്ക് മനോഹരമായ ഒരു ഹോളുണ്ട്. അത് പ്രതിഷ്ഠിച്ച ജോയ്ക്കുട്ടി പാസ് ഇവിടെയുണ്ട്. അവരെ എല്ലാം പേരിലുള്ളതായ ആശംസകൾ അറിയിക്കുന്നു. സജി ദാനിയേൽ, അതുപോലെ VC മാത്യു, പുറയിലുള്ളിരിക്കുന്ന പല ദൈവദാസന്മാരുണ്ട്. അവരെയൊക്കെ പേരുള്ള ആശംസ അറിയിക്കുന്നു. പാസ് ബിജി നൈന ന്യൂയോർക്ക്, ജോൺ മാത്യു ബാംഗ്ലൂർ, അതുപോലെ സന്തോഷ് വർഗീസ്, എൻ്റെ സഹോദരി വത്സമ വർഗീസ്, പശുപ്രകാശ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും, അതുമാത്രമല്ല ഇത് കല്ലുമല്ല ചർച്ച ബോർഡിനുള്ള ബന്ധത്തിലുള്ള ദൈവദാസന്മാരാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും പേരുള്ളതായ ആശംസ അറിയിക്കുന്നു. ഇപ്പോൾ ഇവർ സമൽ കൂട്ടിച്ചാൻ ഇവർക്ക് വേണ്ടി ഒരു ഉപകാരം നൽകുന്നതായിരിക്കും. പ്രൈസ്. വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കുന്നതിന് ഡോക്ടർ ജോൺ തോമസ് മുൻപോട്ട് കടന്നു വന്ന് കാര്യം നിർവഹിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ടോണിയുടെ ബ്രദർ ഇൻ ലോയാണ് ഞാൻ. ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ ആയിരിക്കുന്നത്. പ്രത്യേക ടോണി ലവ്ലി ന്യൂലി വിഡ് കപ്പിൾസ് അവരുടെ വിവാഹ ശുശ്രൂഷ ഇന്ന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്നിവിടെ നടക്കുവാൻ സർവശക്തനായ ദൈവം ഇന്ന് ഇടയാക്കി. അതിന് ദൈവസന്നിധി നന്ദിയുള്ളവനായിരിക്കുന്നു. ആ ഒരു ശുശ്രൂഷ ഇപ്രകാരം അനുഗ്രഹമായി തീരുവാൻ കാരണമായ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നവരുടെ പേരുകൾ മാത്രം ഇന്നെടുത്ത് പറഞ്ഞ് അവർ നന്ദിയോടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി സർവശക്തനായ ദൈവത്തിന് സർവ്വമഹത്വം അർപ്പിക്കുന്നു. തുടർന്ന് ഇന്നത്തെ വിവാഹം ആശീർവദിച്ച പ്രിയ വർഗീസ് എബ്രഹാം പാസ്റ്റർ, അദ്ദേഹം IPC റാന്നി ഈ സെൻറ്ററിൻ്റെ സെൻട്രൽ പാസ്റ്ററാണ്. രാജു മേത്ര പാസ്റ്റർ, താങ്ക് യു പാസ്റ്റർ. അതുപോലെ ഇന്ന് വചനത്തിൽ നിന്ന് സംസാരിച്ച പാസ്റ്റർ സന്തോഷ് തോമസ് പാസ്റ്റർ, അദ്ദേഹം ദോഹശാലയും സഭയുടെ ദേവദാസനാണ്. ഇന്ന് വചനത്തിൽ നിന്ന് സംസാരിച്ച് പ്രിയ ടോണിക്കും ലവ്ലിക്കും മാത്രമല്ല ഇവിടെ സദസ്സിൽ കടന്നു വന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ബലവത്താവുന്ന രീതിയിൽ വചനത്തിൽ നിന്ന് സംസാരിച്ച ദൈവദാസനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് വിവാഹ ശുശ്രൂഷയുടെ അധ്യക്ഷനും പദവി അലങ്കരിച്ച പാസ്റ്റർ AP വർഗീസ് പാസ്റ്റർ, അദ്ദേഹം IPC വെട്ടിക്കോട് സഭയുടെ ദൈവദാസനാണ്. അദ്ദേഹത്തോടുള്ള നന്ദി കൂടെ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് അതുപോലെ പ്രിയ ദമ്പതികളെ അനുഗ്രഹിച്ച് അവരെ പ്രാർത്ഥിച്ച പ്രിയ KC ശോമൽ പാസ്റ്റർ, അദ്ദേഹം IPC സഭയുടെ വളരെ സീനിയർ ദൈവദാസനാണ്. അദ്ദേഹത്തോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. തുടർന്ന് ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്രമീകരണം ചെയ്തതിനോട് കാര്യങ്ങൾ ഓർത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി കൊയർ ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ഇമ്മാനുവൽ ഹെൻറി ആൻഡ് ടീമിനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ ഓഡിറ്റോറിയം ക്രമീകരിച്ച വിജയ ഓഡിറ്റോറിയം, വിജയ കൺവെൻഷൻ സെൻറ്ററിൻ്റെ മാനേജ്മെൻറ്റ് സ്റ്റാഫിനോടുള്ള നന്ദി. അതുപോലെ തന്നെ ഇവൻ്റ് മാനേജ്മെൻറ്റ് കപ്പിത്താൻ തിരുവല്ല ഗ്രൂപ്പിനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. സ്വാദിഷ്ടമായ രീതിയിൽ ആഹാരം ക്രമീകരിച്ചിരിക്കുന്ന റോബിൻ കാറ്ററിംഗ് തിരുവല്ലയോടുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഏറ്റവും സ്പെഷ്യൽ മൂമെൻറ്റ്സ് ഏറ്റവും നല്ല രീതിയിൽ ഒപ്പിയെടുക്കുന്ന വിവിഡ് സ്റ്റോറീസ് കൊല്ലത്തോടുള്ള നന്ദി അറിയിക്കുന്നു. അവസാനമാണെങ്കിലും ഏറ്റവും പ്രാധാന്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ, ഇവരെ സ്നേഹിച്ച് ഈ സദസ്സിൽ അനേക ദൈവദാസന്മാരുണ്ട്. കഴിഞ്ഞ നാളുകൾ അവരെ ഓർത്ത് പ്രാർത്ഥിച്ച് അവരെ സ്നേഹിച്ച് കടന്നു വന്നവരാണ്. അതുപോലെ തന്നെ കുണ്ടറയിൽ നിന്നും കറ്റാനത്തുമായി ദോഹയിൽ നിന്നൊക്കെ അനേകം ദൈവമക്കൾ ബന്ധുമിത്രാദികളൊക്കെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരുടെ എല്ലാവരോടുള്ള നന്ദി അവരുടെ പ്രസൻസിനുള്ള അറിയിച്ചുകൊള്ളുന്നു. തുടർന്നും ഇവരെല്ലാം ടോണിനെയും ലവ്ലിനെയും ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരുടെ വിവാഹജീവിതം ധന്യമായി തീരുവാൻ പ്രാർത്ഥനയെ ഓർത്തുകൊള്ളണം എന്ന് അപേക്ഷയുണ്ട്. എൻ്റെ കർത്തവ്യത്തിന് നേരിടുന്നുള്ളൂ. കർത്താവ് നമ്മളെ ഇതുവരെയും സഹായിച്ചു. തുടർന്ന് പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കൂടെ നമുക്ക് കടന്നു പോകാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ VG തോമസ് കുട്ടി അവറുകളാണ് ഒടുവിലായി പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത്. പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ നമുക്ക് കടന്നു പോകാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ,
ഈ മനോഹരമായ പകൽക്കാലത്തിനായി സ്തോത്രം. ദീർഘ ദിവസങ്ങൾ 2 കുടുംബങ്ങളിലെ മാതാപിതാക്കൾ, പ്രിയ കുഞ്ഞുങ്ങൾ, ദൈവസഭകൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടിയായി ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾ, പ്രിയ ടോണി മോനും ലവ്ലി മോളും ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാനിടയായി. അവരുടെ ജനനം മുതൽ ഇന്നയോളം വരെ പുലർത്തിയ ദൈവമേ, അവരുടെ പഠനത്തിൽ ജോലിയിലൊക്കെ ദൈവ സാന്നിധ്യമുണ്ടായിരുന്നു. ദൈവത്തെ അറിയുന്ന കുഞ്ഞുങ്ങളായി, ദൈവകൃപയുടെ സാക്ഷികളായി അവരെ വളർത്തുവാൻ ഇരു കുടുംബങ്ങളിലെ മാതാപിതാക്കളെ കർത്താവ് സഹായിച്ചല്ലോ. ഇന്ന് ദൈവസഭയുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവരുടെ വിവാഹത്തിനായി അവരെ ഒരുക്കി കൊണ്ടുവന്നു. അനുഗ്രഹീതമായ നിലയിൽ ദൈവഭൃത്യനിലൂടെ ഉഭയസമ്മതം ചെയ്ത് ഉടമ്പടിയെടുത്ത് ഒരു ഭാര്യയും ഭർത്താക്കം ആയിത്തീർന്നു. അവരിന്ന് ആരംഭിക്കുന്ന കുടുംബജീവിതത്തിൽ മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകുകയിലെന്ന് യൗവനത്തിൽ വായിക്കുന്ന പോലെ മൂന്നാമനായി നീ അവരുടെ ജീവിതപ്പടകിൽ നല്ല സഖിയായി, നല്ല അമരക്കാരനായി അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചാരംഭിച്ചത് മുതൽ ഇതുവരെ അവിടുത്തെ ദിവ്യ സാന്നിധ്യമുണ്ടായിരുന്നു. ദൈവവചനം ശുശ്രൂഷിപ്പാൻ പ്രിയ സന്തോഷ് ഫാസ്റ്ററെ കർത്താവ് സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ദൈവാലോചന തന്നു. പാസ്റ്റർ വർഗീസ് എബ്രഹാം ആത്മനിറവോട്, പരിശുദ്ധാത്മശക്തിയോട് ഞങ്ങൾക്ക് ആവശ്യമായ വചനം തന്ന് ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ അതേ കരങ്ങൾ കൊണ്ട് കൂട്ടിയോജിപ്പിച്ച് ഉഭയസമ്മത വാക്കുകൾ പറഞ്ഞ് അവരെ ഭാര്യയും ഭർത്താവും എന്ന് പ്രഖ്യാപിക്കാൻ ഇടയായല്ലോ. ഈ വേദിയിൽ കർത്താവേയിരിക്കുന്ന യുവദാസന്മാർ, ഇവിടെ വന്ന കർത്തദാസന്മാർ, കുടുംബങ്ങൾ, ഇരുഭവനം ചെയ്ത് വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ. തുടർന്ന് നടക്കുന്ന റിസപ്ഷനൊക്കെ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ, തുടർന്നും സഹായിക്കണം. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ട സകല നന്മകളും നൽകി ഒരു ഉത്തമമായ കുടുംബജീവിതം നയിപ്പാൻ കർത്താവിടെയാക്കണം. ഇരുഭവനത്തിലുള്ള മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും, നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, ഇന്ന് പകൽ പുതിയ കുടുംബം ആരംഭിച്ച പ്രിയ കുഞ്ഞുങ്ങളോടും കൂടെ ഇന്ന് മുതൽ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഈ പകൽക്കാലവും നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. She walked in white like a prayer come true, not just a bride but a gift from you. With every step my heart aligned with grace and hope and holy light. You wrote this love before our days, in quiet whispers and hidden ways. And now I stand with trembling hands to hold the answer to your plans. I see heaven in her eyes, like a glimpse of paradise. You made her strong, you made her kind, a sacred love, a holy sign. This is more
every storm, through fire and flood, we'll walk this road covered in blood. The cross before, the world behind. With you and us, we're intertwined. We are one, but you are three. A perfect bond that sets us free. With Christ the thread, we'll never fall. You're the center of it all. I see heaven in her eyes, where your mercy never dies. She's the prayer I didn't know you were weaving long ago, and forever starts tonight. With your blessing, Lord of life, let this love be glorified. This is as good a day as any to start the rebuilding of life. The roads that lay open are many, when the old one's gone under the knife. And I can feel the sun on my skin, beginning to thaw from within. Today and not tomorrow, there's no time to borrow. Today is a good day to live. This morning has a clear light as any to see the horizon and the far. Excuses were 2 for a penny, but they've all gone out the window of this car. And when I feel the wind on my face, all that ever was is a race. Today and not tomorrow, there's no time to buy.
no time to borrow today. Well, something's gotta give. Today is a good day. Today and not tomorrow. There's no time to borrow today. Well, something's gotta give. Today is a good day. Today is a good day. Today is a good day to
same. For where love is, we come together there. Wherever there is laughter ringing, someone smiling, someone dreaming, we can live together there. Love will be our home. Wherever there are children singing, where a tender heart is beating, we can live together there. 'Cause love will be our home. With love, our hearts can be a family, and hope can bring this family face to face. And though we may be far apart, our hearts can beat as one when love brings us together in one place. Wherever there is laughter ringing, someone smiling, someone dreaming, we can live together there. Love will be our home. Where there are words of kindness spoken, where a vow is never broken, we can live together there. 'Cause love will be our home. 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 Wherever there is laughter ringing, someone smiling, someone dreaming, we can live together there. Love will be our home. Wherever there are children singing, where a tender heart is beating, we can live together there. 'Cause love will be our home. 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 Wherever there is laughter ringing, someone smiling, someone dreaming, we can live together there. 'Cause love will be our home. Love will be She's the spark in the cold night air, the peace I find when life's unfair. Her smile's a sunrise after the rain. I'd give it all to feel her again. Every heartbeat calls her name. Through every storm I do the same. No road too long,
like a gentle stream, a melody pulled from a dream. She's the quiet in a noisy day, the one who keeps my fears at bay. If the stars should fade, the world go dark, I'd still chase her, follow her spark. Through fire, through ash, through all the pain, I'd choose her time and time again. If the stars should fade, the world go dark, I'd still chase her, follow her spark. Through fire, through ash, through all the pain, I'd choose her time and time again. I love her no matter the cost, no regret for what I've lost. Through the trials, through the tears, for her I'd brave 1,000 years. She's my reason, she's my life. I'd hold her close through every night, with every breath and every thought. I'll love her no matter the cost. പ്രൈസ് ലോർഡ്. ഇന്ന് അങ്ങനെ ടോണിയുടെ വിവാഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാനിടയായി. അങ്ങനെ ഞങ്ങൾക്ക് ഒരു മോളെ കൂടെ ഭവനത്തിൽ ലഭിക്കാനിടയായി. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബവുമായിട്ട് ബന്ധത്തിൽ ആകുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത ഒരു വിഷയമായിരുന്നു. ദൈവം തക്ക സമയത്ത് അതിന്മേൽ പ്രവർത്തിച്ചു. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായ ദൈവം എല്ലാം നന്നായി ചെയ്തു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ടോണിയെ പറ്റി പറയുകയാണെങ്കിൽ അവന് പഠിത്തത്തിലൊക്കെ വളരെ സമർത്ഥനായിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ കുറച്ച് നോട്ടിയായിരുന്നു. കുറച്ച് ലേസിനെസ്സും ഉണ്ടായിരുന്നു. അവനെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ, പണ്ട് ഈ ത്രെഡ്മില്ലിൽ ഞാനിവനോട് ഓടാൻ പറയും ഇവൻ്റെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പുള്ളി എന്ത് ചെയ്യുന്നറിയോ, ത്രെഡ്മില്ല് ഓണാക്കി വെച്ചിട്ട് പുള്ളി 2 കാലും 2 വശത്ത് കുത്തിയിട്ട് നിൽക്കും. ത്രെഡ്മില്ല് ഓടും, പക്ഷേ പുള്ളി ഓടത്തില്ല. ഇതായിരുന്നു. ഒരു ദിവസം ഞാനത് കണ്ടുപിടിച്ച് ഞാനന്ന് ചെവിക്കൊരു കിഴക്കൊക്കെ കൊടുത്തു. പുള്ളിക്ക് ഭയങ്കര ചമ്മലായിപ്പോയി അന്ന്. പിന്നെ പുള്ളി വളർന്ന് പിന്നെ ദോഹയിലായിരുന്നല്ലോ പുള്ളിയുടെ പഠിത്തമെല്ലാം. പിന്നെ പഠിക്കാനാൾ സ്മാർട്ടായിരുന്നു. ബിർളയിലെ 10th 12th ടോപ്പറായിരുന്നു പുള്ളി. അങ്ങനെ പിന്നെ എൻജിനീയറിംഗ് ആയി അമേരിക്കയിൽ പോയി. പിന്നെ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരേണ്ടി വന്നു. അതിൻ്റെ ഒരു ചെറിയ നിരാശയൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് എനിക്ക് അവൻ MBA എടുക്കണമെന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ കാനഡയിൽ പോയി MBA എടുത്തു. തിരിച്ചു വന്നു. ഇപ്പം ബിസിനസ്സിൽ ഇൻവോൾവാണ്. ആൾ പൊതുവേ കുറച്ച് എന്താ പറയുക, അധികം സംസാരിക്കില്ല. പക്ഷേ അവൻ്റെ കമ്പനി ആൾക്കാർ, അവൻ്റെ സെയിം റാപ്പുള്ള ആൾക്കാരാണെങ്കിൽ സംസാരിക്കും, ഇടപെടും, എല്ലാം ചെയ്യും. അങ്ങനെ ഈ ചർച്ചിലാണെങ്കിലും ഒത്തിരി ആക്റ്റീവാണ് പുള്ളി. എല്ലാ ആഴ്ചയിലും ചർച്ചിൽ പോവുകയും എല്ലാ കാര്യങ്ങളും ഒത്തിരി ഇൻവോൾവാണ്. യൂത്ത് മീറ്റിങ്ങിൻ്റെ ലീഡിങ്ങും എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനൊരു വിവാഹം ദൈവം ഒരുക്കിയത്. ആക്ച്വലി ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ഫെബ്രുവരി വന്നിട്ട് ഇത് കാണാമെന്നൊക്കെ വിചാരിച്ചത്. അപ്പോഴാണ് പിന്നെ നവലിയുടെ ഫാദർ ഇൻസിസ്റ്റ് ചെയ്തത്, വന്ന് കണ്ടിട്ട് നിങ്ങളിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്നിൽ വേണോ വേണ്ട നമുക്ക് അതായത് തീരുമാനിക്കലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ടോണി വന്ന് കണ്ടു പോയി. അങ്ങനെ എന്താ പറയുക, ദൈവം എല്ലാം തക്ക സമയത്ത് ഒരുക്കും. എവറിത്തിങ് വെൻ്റ് ഓൺ ദ റൈറ്റ് ടൈം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വിവാഹം നടക്കുവാനിടയായി. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെ മോളെ ഞങ്ങൾക്ക് ദൈവം തന്നതിനകത്ത്
അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിട്ടൊരു ബന്ധം ഞങ്ങൾക്ക് ദൈവം തന്നതിലൊക്കെ ഒത്തിരി ദൈവത്തോട് നന്ദിയുണ്ട്. തുടർന്നും അവരുടെ കുടുംബജീവിതത്തെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ പേരൻസ് എന്ന രീതിയിൽ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും അവർക്കുണ്ട്. അതുപോലെ ഒരു നല്ല ബന്ധം നിങ്ങൾക്ക് തന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ ആ ബന്ധത്തിൻ്റെ ഊഷ്മളത എന്നും നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ചെയ്ത് ദൈവത്തോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് പറയുകയാണെന്ന് എല്ലാം ശുഭകരമായി തീർത്ത ദൈവത്തോട് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. ഞാനെന്തോ ചെയ്യേണ്ടു നിനക്കേശു
ധന്യമായ നാമം വാഴ്ത്തപ്പെടട്ടെ. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾ ടോണിയുടെയും ലവലിയുടെയും വിവാഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആത്മനിറവിൽ ഇന്ന് പകൽ നടത്തത്തക്ക നിലയിൽ കർത്താവ് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും നൽകി കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ആ വിവാഹ ശുശ്രൂഷകളും അനന്തരമായ കാര്യങ്ങളുമെല്ലാം ഏറ്റവും ഭംഗിയായി ചന്തമായി ഉചിതമായി കർത്താവ് ചെയ്തു തന്നു. അനന്തരമായി പ്രിയ മകളുമായി ഈ ഭവനത്തിൽ വന്നു കയറി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവ സാവകാശം നൽകിയല്ലോ. ഇതുവരെയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവിന്റെ സാന്നിധ്യവും സഹായവും പകർന്നല്ലോ. എല്ലാറ്റിനായിട്ടും നമുക്ക് അല്പസമയം സ്തോത്രം ചെയ്യാം. ഇതുവരെയും ദൈവത്തിന് നടത്തിപ്പുകൾ ഉണ്ടായിരുന്നതിനായി സ്തോത്രം ചെയ്യാം. നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്നു. കർത്താവിന്റെ വരവ് താമസിക്കുന്ന പക്ഷം എത്ര നാൾ അവർ ഈ ലോകത്തിലായിരിക്കുന്നു അത്രത്തോളം ധന്യമായ ജീവിതം നയിക്കുവാൻ വേണ്ട എല്ലാ കൃപകളും ദൈവർക്ക് നൽകുന്നതിനായി സ്തോത്രം ചെയ്യാം. ഇരു കുടുംബങ്ങൾക്കും അവർ അനുഗ്രഹമായി തീരുന്നതിനായി സ്തോത്രം ചെയ്യാം. ഇരു സഭകൾക്കും അവർ അനുഗ്രഹമായി തീരുന്നതിനായി സ്തോത്രം ചെയ്യാം. ഞങ്ങളെ അൻപായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏത് സമയത്തും അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുവാൻ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഭാഗ്യ പദവിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷ ആരംഭിച്ച സമയം മുതൽ അത് പര്യവസാനിക്കുന്നിടം വരെയും കർത്താവിന്റെ കരുതലും സഹായവും ഞങ്ങൾക്കുണ്ടായിരുന്നു. രാവിലെ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് യാത്ര തിരിച്ച് ഓഡിറ്റോറിയത്തിൽ ചെന്നു. യാത്രകളിൽ ദൈവത്തിന്റെ കരുതലും പരിപാലനവും ദൈവം പകർന്നു. കർത്താവ് അനന്തരമായി അവിടെ നടന്ന ശുശ്രൂഷകളിലൊക്കെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ് അതിനുശേഷമായി ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ച് ഭവനത്തിൽ പ്രിയ പൈതങ്ങളുമായി വന്നു ചേരുവാൻ കർത്താവ് കൃപ നൽകി. ഇതുവരെയും കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളെ നടത്തിയതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരുവാൻ വീണ്ടും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾ എത്രമാത്രം സന്തോഷിച്ചോ അതുപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ കാലവും അവരുടെ ധന്യമായ ജീവിതം കണ്ട് സന്തോഷിപ്പാനുള്ള ഭാഗ്യവും അവസരവും അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ അതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ടോണിമോന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ പൈതൽ ലവലിമോളുടെ ഭവനത്തിൽ ചെന്ന് കയറുന്നത് ആ ഭവനത്തിന് ഒരു അനുഗ്രഹമാക്കി ദൈവം തീർക്കണമേ. ലവലിമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകൾ ഈ ഭവനത്തിൽ വന്നു കയറിയത് ഈ ഭവനത്തിന് അനുഗ്രഹവും നന്മയുമാക്കി തീർക്കണമേ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ ഗ്രഹം പണിത റാഹേലിനെ പോലെ ലേയയെ പോലെ അവൾ അധികമായി ശോഭിക്കുവാൻ കർത്താവ് അവളെ സഹായിക്കണമേ. ദിവ്യ കൃപകൾ കൊണ്ട് അവളെ നിറയ്ക്കണമേ കർത്താവെ. ഞങ്ങളുടെ മോൻ ഞങ്ങളുടെ പൈതലിന് ഒരാശ്വാസമായി വിശ്രാമമായി നിലകൊള്ളാൻ കർത്താവ് സഹായിക്കണം. ഇരു കുടുംബങ്ങളിലെയും മാതാപിതാക്കളെ ഞങ്ങൾ ഓർക്കുന്നു. ഷൈനിയാനിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മറ്റു തലമുറകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അലക്സായി പ്രാർത്ഥിക്കുന്നു. സുസനാനിക്കായി പ്രാർത്ഥിക്കുന്നു. തലമുറകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, പ്രിയപ്പെട്ടവർ, സഹോദരവർഗങ്ങളുള്ളവർ, സഭാജനങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ധന്യമായ കുടുംബജീവിതവും ക്രിസ്തീയ ജീവിതവും കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് സഹായിക്കണം. അവരുടെ ജീവിതത്തിൽ
എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും അതെല്ലാം ദൈവം നികത്തി ശ്രേഷ്ഠവും മാന്യവും വിജയപ്രദവുമായ ക്രിസ്തീയ ജീവിതം നയിച്ച് അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ഞങ്ങൾക്ക് കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് കൃപ നൽകണം. ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രിയ വൈദ്യുത കുഞ്ഞുങ്ങളുമായി കുണ്ടറയിലേക്ക് അവരുടെ ഭവനത്തിലേക്ക് കടന്നു പോകുന്നു. യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവരോടൊപ്പം പോകണമേ. ദൈവകൃപ കൊണ്ട് മറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്മിൽ കാണുമ്പോളം കൃപയിൽ ഞങ്ങളെ മറച്ചാട്ടെ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും എല്ലാം കേട്ടതിനായി സ്തോത്രം. തിരു സാന്നിധ്യത്താൽ ഇതുവരെ ഞങ്ങളെ നടത്തിയതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ ജീവനുള്ള പിതാവേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിയെടുത്ത പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഈ കുടുംബത്തോടും വിശേഷാൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയ കുഞ്ഞുങ്ങളോടും തുടർന്നുള്ള അവരുടെ ജീവിത കാലഘട്ടങ്ങളോടും കൂടെ ഇതുപോലെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട ദൈവകുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Beyond words, it's felt in every heartbeat. In your eyes, I found a home for my heart and a language for my soul. I used to look up at the stars and get jealous of the sky, and I wonder what it's like to get to hold them every night. How they first met and what it was